നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന പോലീസ്, ക്രിമിനലുകളായി അഴിഞ്ഞാടുന്ന പോലീസ്, ക്രിമിനലുകളുടെ മധ്യസ്ഥതയിൽ കേസുകൾ ഒത്തുതീർപ്പാക്കുന്ന പോലീസ്, പോലീസിന് കുടപിടിക്കുന്ന മുഖ്യമന്ത്രിയും. ഏതെങ്കിലും ഒരു പോലീസുകാരൻ തെറ്റ് ചെയ്താൽ അതിന് മുഴുവൻ സേനയെയും കുറ്റപ്പെടുത്തുന്നതെങ്ങനെ എന്നാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യം. മുഖ്യമന്ത്രിയുടെ പരാമർശം പോലീസിലെ ക്രിമിനലിസത്തിന് കൂടുതൽ ശക്തി പകരില്ലേ? നമുക്ക് പരിശോധിക്കാം. ഇടത് സൈദ്ധാന്തികൻ പണ്ഡ്യാല ഷാജി, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് ബാലദേവ് സച്ചിദാനന്ദൻ, BJP വക്താവ് അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു, സാമൂഹ്യ നിരീക്ഷകൻ MK ഹരിദാസ് എന്നിവർ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. പണ്ഡ്യാല ഷാജി, പാലക്കാട് കൊലക്കേസിൽ ജാമ്യത്തിലിറങ്ങി വീണ്ടും 2 പേരെ കൊന്ന ചെന്താമരയെ നിരീക്ഷിക്കുന്നതിൽ വീഴ്ച പറ്റിയ പോലീസ്, പത്തനംതിട്ടയിൽ മറുവീട് പോയി മടങ്ങുകയായിരുന്ന വിവാഹ സംഘത്തിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ക്രൂരമായി തല്ലിച്ചതച്ച പോലീസ്, തിരുവനന്തപുരം തുമ്പയിൽ കൈക്കൂലി ഡിജിറ്റലൈസ് ചെയ്ത പോലീസ്, തിരുവനന്തപുരത്ത് തന്നെ ഗുണ്ടകളുടെ മധ്യസ്ഥതയിൽ കേസ് ഒത്തുതീർപ്പാക്കിയ പോലീസ്, ചേർത്തലയിൽ മദ്യപിച്ച ഔദ്യോഗിക വാഹനമോടിച്ച DYSP, പാലോട് വന്ധ്യവയോധികയെ വീട്ടിൽ പൂട്ടിയിട്ട് ദേഹോപദ്രവമേൽപ്പിച്ച പോലീസ്. പോലീസിലെ ക്രിമിനലുകളുടെ എണ്ണം വർദ്ധിച്ചു വരുമ്പോൾ അതൊന്നും കാണാതെ ഏതെങ്കിലും ഒരു പോലീസുകാരൻ്റെ സ്വഭാവ വൈകൃതം എടുത്തുകാട്ടി സേനയെ മൊത്തം അധിക്ഷേപിക്കുന്നതിലെ അന്തക്ഷോഭമാണ് നിയമസഭയിൽ പോലീസിലെ ക്രിമിനൽ വൽക്കരണം അധികരിച്ചുള്ള പ്രതിപക്ഷത്തിൻ്റെ അടിയന്തര പ്രമേയ നോട്ടീസിൽ മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചത്. നിയമപാലനത്തിന് പകരം നിയമം ലംഘിക്കുന്ന പോലീസിനെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരിക്കേണ്ട മുഖ്യമന്ത്രി ഇതൊന്നും പൊതുചിത്രമല്ലെന്ന് പറഞ്ഞ് കാക്കിക്കുള്ളിലെ കാട്ടാളന്മാരെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ പൊരുളെന്താവും? ശ്രീ പണ്ഡ്യാല ഷാജി. സർ നമ്പ്യ, ഇതിലേറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു വിഷയം അല്ലെങ്കിൽ ഒരു ഘടകം എന്താന്ന് പറഞ്ഞാൽ, കേരളം പോലുള്ള സംസ്ഥാനത്തിനകത്തെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ പ്രാപ്തനാണോ നിലവിലുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നതാണ് ചോദ്യം. അയാൾ അതിന് അർഹനുമല്ല, പ്രാപ്തനുമല്ല. എന്തുകൊണ്ട്? ഇതാണ് ചോദ്യം. ഒരു സംസ്ഥാനത്തിന്, കേരളം പോലുള്ള സംസ്ഥാനത്തിനകത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആവേണ്ടതുണ്ട് എങ്കിൽ അതിലേറ്റവും പ്രാഥമികമായി വേണ്ടുന്ന ഒരു സംഭവം, നിങ്ങളുടെ മനസ്സിനകത്ത് നന്മയുടെ ഒരു അംശം ഉണ്ടാവണം. കേരളത്തിനകത്ത് ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ ആഭ്യന്തര വകുപ്പ് മന്ത്രിമാരും പരമാവധി ഈ നന്മയുടെ അംശങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആൾക്കാരായിരുന്നു. ചിലപ്പോൾ ഏറിയും കുറവും ഉണ്ടാവുമായിരിക്കും. പക്ഷെ നന്മ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രാഥമികമായ ഒരു അടിസ്ഥാന ഘടകം പാടെ അന്യം നിന്നുപോയിരിക്കുന്ന ഒരാളാണ് നിർഭാഗ്യവശാൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന് നിസ്സംശയം പറയേണ്ടി വരും. ഇതെന്തുകൊണ്ടാണ് പറയുന്നത്? നോക്കൂ നിങ്ങൾ, പിണറായിയിൽ ഇദ്ദേഹം വളർന്നു വരുന്നൊരു ഘട്ടത്തിൽ ആദ്യമായി ചെയ്തിരിക്കുന്ന ഒരക്രമം അഞ്ചരക്കണ്ടി തലശ്ശേരി റൂട്ടിൽ ഉണ്ടായിരിക്കുന്ന ESBT എന്ന് പറയുന്ന ബസ്സിലെ കണ്ടക്ടറെ അടിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. കണ്ടക്ടർ വിതിൻ ഒരു 6 മാസത്തിനകം കണ്ടക്ടർ മരിക്കുകയാണ് ചെയ്തത്. ഒരു അന്വേഷണവും പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. പിന്നീട് വരുന്നൊരു വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖ നേതാവായ പിണറായിയിലെ P നാണു, പഞ്ചായത്ത് പ്രസിഡന്റുമായിരിക്കുന്ന നാണുവേട്ടനെ അടിച്ച സംഭവമാണ്. നാണുവേട്ടൻ 2 കൈയും കാലും തകർന്ന് അകാലത്തിലാണ് ആ മനുഷ്യൻ പിന്നീട് മരിച്ചത്. ഒന്നും സംഭവിച്ചിട്ടില്ല. പിണറായിയിൽ തന്നെയുള്ള ചെറമ്മൽ കുടുംബത്തെ ആക്രമിക്കാൻ, അത് പാർട്ടി കുടുംബമാണ്, അതിശക്തമായ പാർട്ടി കുടുംബമാണ്. ആ പാർട്ടി കുടുംബത്തെ ആക്രമിക്കാൻ ഇയാളെ ഇഷ്ടമല്ല, ഇയാളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചതിനെ ഉണ്ടായിരിക്കുന്ന സംഭവമാണ്. ആ സംഭവത്തിന്റെ മേലെ സ്വന്തം ഗ്രാമത്തിലുള്ള പാർട്ടിക്കാരെ അതിനൊരു തയ്യാറാവില്ല എന്ന് വന്നപ്പോൾ വേങ്ങാട് പഞ്ചായത്തിന്റെ അതിനായിരിക്കുന്ന പാർട്ടിക്കാരെ കൊണ്ടുവന്നിട്ട് ഇവിടെ അതിക്രൂരമായി അടിക്കുകയും ആ കുടുംബത്തിലുള്ള 1 by 1 ആയി നിൽക്കുന്ന ആളുകളെ മുഴുവൻ ആക്രമിക്കുകയും അടിക്കുകയും ചെയ്തു, ആശുപത്രിയിലാക്കി. അതിൽ അവസാനം മധ്യസ്ഥം പറഞ്ഞത് പിണറായിയിലെ അന്നത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ചടയം ഗോവിന്ദാട്ടൻ പിണറായി CPIM പഴയ ലോക്കൽ കമ്മിറ്റി ഓഫീസിനകത്ത് വെച്ചിട്ടാണ് ഇതിന്റെ മുകളിൽ എൻക്വയറി നടത്തുന്നത്. ആ എൻക്വയറി നടത്തിയിട്ട് എന്താന്ന് പറഞ്ഞാൽ, ഇയാൾ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ
ഒരാളൊഴികെ ബാക്കി എല്ലാവരും തയ്യാറായിട്ട് കൂടിയും ഒരു പാർട്ടി നടപടി എടുക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ചടയൻ നിസ്സഹായനായി തിരിച്ചു പോവുകയാണുണ്ടായത്. ഇനി അതിനപ്പുറത്തേക്ക് വരുന്നു പിണറായി എക്കാലവും കണ്ടിരിക്കുന്ന മലബാറിലെ ഏറ്റവും വലിയ CPIM ഡിഫൻഡർ, ഫിസിക്കലി ഡിഫൻഡർ ആയിരുന്ന ചെറായി അനന്താട്ടനെ നമ്മൾ വടക്കൻ പാട്ടുകൾക്കകത്തല്ല കഥകൾക്കകത്തല്ല വരുന്ന കള്ളച്ചുരിക, ഈ കള്ളച്ചുരിക ഉപയോഗിച്ചിട്ടാണ് ഈ പറയുന്ന ചെറായി അനന്താട്ടൻ കൊല്ലപ്പെടുന്നത്. ഇങ്ങനെ ഓരോ സംഭവം എടുത്ത് നമ്മൾ വളർന്നു വരുന്ന ഘട്ടത്തിനേരം ഇപ്പൊ തലശ്ശേരിയിൽ വാടിക്കൽ രാമകൃഷ്ണൻ കൊലയപ്പെടുന്നു. വാടിക്കൽ രാമകൃഷ്ണൻ കൊലയപ്പെടുന്നതും ഇതുപോലുണ്ടായിരിക്കുന്ന അതിൻ്റെ അത് പൊളിറ്റിക്സിനേക്കാൾ ഉപരിയായി വളരെ പ്രധാനമായി വന്നിരിക്കുന്ന ഒരു വിഷയം വ്യക്തിപരമായിരിക്കുന്ന ഇയാളുടെ റൈവൽറിയും കൂടി ഉണ്ടായിരുന്നത്. അതിപ്പോ ഇതിനകത്ത് പറയാൻ കൊള്ളില്ല എന്ന് പറയുന്നത് കൊണ്ട് ഞാനത് ആ സാറ് ഞാൻ അതിനകത്ത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പിന്നീട് ഇങ്ങോട്ട് ഇയാൾ പാർട്ടിയുടെ അധിനായകനായി വളരുന്നതോടുകൂടിയാണ് ഈ കണ്ണൂർ ജില്ല കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്ന അതിരൂക്ഷവും അതിഭീകരവുമായിരിക്കുന്ന കൊലപാതകങ്ങളുടെയും അക്രമങ്ങളുടെയും പരമ്പരകൾ അരങ്ങേറുകയാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസ് വരുന്നു, അരിയിൽ ഷുക്കൂർ വധക്കേസ് വരുന്നു, ഷുഹൈബ് വധക്കേസ് വരുന്നു, നമ്മുടെ കാസർഗോഡ് വരുന്ന കൃപേഷ് ശരത്ലാൽ സംഭവം വരുന്നു. ഇങ്ങനെ ഒട്ടനവധി കൊലപാതകങ്ങളുടെ നൃശംസ രാക്ഷസീയമായ സംഘപരിവാറിന്റെയും അല്ലാത്തവരുടെയും കോൺഗ്രസിന്റെയും ആളുകളെ നൃശംസ രാക്ഷസീയമായി കൊല നടത്തുന്ന ഓരോ ഘട്ടത്തിലും ഈ മനുഷ്യൻ എപ്പോഴും എന്താണ് പോലീസിനാൽ സംരക്ഷിക്കപ്പെടുകയും പോലീസിനെ മറ്റേതോ തരത്തിൽ സ്വാധീനിച്ച് എല്ലാ കേസിൽ നിന്നും തന്ത്രപരമായി രക്ഷപ്പെടാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു സംഭവം കൈയേടിയിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിനകത്ത് ഞാൻ ഒരു തവണ ഇതിനകത്ത് പറഞ്ഞതാണ്. ഞാൻ ഇയാൾക്കെതിരെ കേസ് കൊടുത്തതാണ്. ഷാജി എന്ന് പറയുന്ന പാണ്ഡ്യാലഗോപാലിന്റെ മകൻ ഇയാൾക്കെതിരെ ഷാജി ഹൈക്കോടതിയിൽ കേസ് കൊടുത്തതാണ്. പക്ഷെ എന്റെ അച്ഛൻ നിർബന്ധിച്ചിരിക്കുന്ന ഒരു വിഷയത്തിന്റെ മേലെ മാത്രം, അതായത് സുർജിത്ത് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആക്കിയ സുർജിത്ത് ആ കേസിനകത്തെ പ്രതിയാണ്, ഞാൻ കൊടുത്ത പെറ്റീഷനകത്തെ പ്രതിയാണ്. രണ്ടാമത്തെ പ്രതി ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. ഇയാളാണ് രണ്ടാമത്തെ പ്രതി. മൂന്നാമത്തെ പ്രതിയാണ് തലശ്ശേരിയിൽ മരിച്ചു പോയിക്കുന്ന വടമതി വാസുവാട്ടനാണ്. നാലാമത്തെ പ്രതി എന്ന് പറയുന്നത് കക്കോത്ത് രാജനാണോ അതല്ല ആലക്കണ്ടിയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ പറയുന്ന ആൾ പിന്നെ പുഞ്ചയിൽ നാറുവാണ്. ഇങ്ങനെ വരുന്ന ആളുകളുടെ സംഭവം ഉണ്ടായപ്പോ എങ്ങനെ വന്നാൽ പോലും അഖിലേന്ത്യാ സെക്രട്ടറി അയക്കുന്ന അർക്കൻ സുർജിത്ത് കേസിൽ ഹൈക്കോടതിയിൽ ഹാജരാവേണ്ടി വരുമെന്നുള്ള ഒരു സംഭവം വരുമ്പോ ആ വരുന്നവർ എന്റെ അച്ഛൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ആ കേസ് ഞാൻ പിൻവലിക്കാൻ ഞാൻ കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വിഡ്ഢിത്തങ്ങളിൽ ഒന്ന് അതായിരുന്നു വാസ്തവത്തിൽ. ഞാൻ അതല്ല പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിൽ എടുത്തു പോയി കഴിഞ്ഞാലും ഇതിനെല്ലാം തന്നെ എന്നും ഈവിളിന്റെ പക്ഷം നിന്നുകൊണ്ട്, അതായത് തിന്മയുടെ പക്ഷം നിന്ന് ഒരു വിരാട് പുരുഷനെ പോലെ നിന്ന് ഭരിക്കുന്നതിന്റെ ഒരു ദുരന്തപൂർണമായ അധ്യായമാണ് ഈ ചന്താവരാക്ഷൻ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞതാണ്. ചന്താവരാക്ഷനേക്കാൾ ക്രൂരനായ മനുഷ്യനാണ് ഇയാളെന്ന് ഇതേ ജനൻ TVക്കകത്ത് ഞാൻ ചർച്ചയിൽ പങ്കെടുത്ത് ഞാൻ പറഞ്ഞതാണ്. ഇപ്പൊ അല്ല, കുറച്ച് മുൻപ് ഞാൻ പറഞ്ഞതാണ്. ഈ ആളുകളെ പോലും ന്യായീകരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന സ്പിരിറ്റ് എന്താണ്? ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ. എന്ത് അധാർമിക പ്രവൃത്തിയും ചെയ്യാൻ മാത്രം കൊള്ളാവുന്ന ഒരു മനസ്സിന്റെ ഉടമയായി കഴിഞ്ഞാൽ അയാൾക്ക് ഒരിക്കലും തന്നെ ഒരു സംസ്ഥാനത്തിലെ വളരെ ഗൗരവതരമായിരിക്കുന്ന വകുപ്പായിരിക്കുന്ന ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ അയാൾ മാനസികമായി യോഗ്യനുമല്ല, പ്രാപ്തനുമല്ല അയാൾ. ഒന്നാമത്തെ വിഷയമാണത്. ഇനി രണ്ടാമത്തെ ഒരു ഘട്ടം നിങ്ങൾ എടുത്തു നോക്കിക്കോ. ഈ ചെയ്തു വെക്കുന്ന എല്ലാ വിക്രിയകളുടെയും ഫലം അനുഭവിക്കുന്നത് ആരാണ്? വാസ്തവത്തിൽ ആരാണ് അനുഭവിക്കുന്നത്? ഈ കേരളത്തിലെ ജനങ്ങളാണ് വാസ്തവത്തിൽ അനുഭവിക്കുന്നത്. വാസ്തവത്തിൽ ജനം ഇയാളെ ഇങ്ങനെ സഹിക്കേണ്ടതുണ്ടോ? ഇയാളെ നയിക്കണം പറഞ്ഞ ഇയാളുടെ വ്യക്തിപരമായ വൈദ്യുതി ഇയാളുടെ ബുദ്ധിയുടെ ഒരു വഷള ന്യായീകരണം ഇതിനകത്ത് കൊണ്ടുവരുന്നത്. ഇയാൾ ചെയ്തു വന്നിരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ, ഇയാളുടെ വ്യക്തിപരമായിരിക്കുന്ന അഹങ്കാരങ്ങൾ, വ്യക്തിപരമായിരിക്കുന്ന ദാർഢ്യങ്ങൾ, ഈ ദാർഢ്യങ്ങൾ പൊതുജനം സഹിക്കേണ്ടതുണ്ടോ? ഈ സഹിക്കേണ്ടോ എന്നുള്ള ചോദ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു ചോദ്യം വിഷയമല്ല എങ്കിൽ ഇപ്പോൾ ഞാൻ പറയാണ്, സ്വകാര്യ സർവകലാശാല വരുന്നു. ഈ സ്വകാര്യ സർവകലാശാലയ്ക്ക് ഇപ്പൊ അനുമതി കൊടുക്കുന്ന വഴിയിൽ ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ഇതിന് വിളിക്കേണ്ടത് ഇത് എന്ത് യൂണിവേഴ്സിറ്റി എന്നാ വിളിക്കുന്നത്? കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ പേരുള്ള യൂണിവേഴ്സിറ്റി ആക്കി മാറ്റണം. ഇയാൾ മന്ത്രിസഭ തീരുമാനിച്ച് അത്തരം ഒരു തീരുമാനമില്ലാത്ത വെക്കണം. എന്താ ഇയാൾക്ക് ധൈര്യം ഉണ്ടാവുമോ? കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ പേരിലുള്ള യൂണിവേഴ്സിറ്റിയാണ് കേരളത്തിലെമ്പാടും വരാൻ പോകുന്നത് എന്ന് പറയട്ടെ. അന്ന് ഈ കൂത്തുപറമ്പ് മാറോട് കെട്ടിന് തൊട്ടപ്പുറത്തുണ്ടായ സ്ഥലത്ത് MBR വന്നപ്പോ ആ MBRനെ അവിടെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ആളുകളെ കൂട്ടി താക്കോല് പൂട്ടി കയ്യിൽ വെച്ചിട്ട് പോയിരിക്കുന്ന ആളാണ് ഈ മനുഷ്യൻ. ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഞാനതിന്റെ സാക്ഷിയാണ്. അതുകൊണ്ടാ പറഞ്ഞത്, ഞാനതിന്റെ സാക്ഷിയാണ് ഞാൻ. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും എന്തുകൊണ്ടും ഇയാൾ എവിടെയും ചിത്രത്തിൽ എവിടെയുമില്ല. ഇത്ര രോഗാതുരമായിരിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമസ്ഥൻ എങ്ങനെയാണ് സർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുന്നത്? എങ്ങനെയാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാവുന്നത്?
കേരളത്തിലെ 3.25 കോടി മലയാളികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഉത്തരവാദപ്പെട്ടിരിക്കുന്ന ഒരാൾ. അതാണ് കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരും ആവട്ടെ. പക്ഷേ കേരളത്തിലെ നിയമസഭക്കകത്ത് ഇയാൾ ഈ വഷളൻ ന്യായം പറയുമ്പോൾ കൈമുട്ടി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അവരാരും തന്നെ ജനപ്രതിനിധികളാണെന്ന് പറയാൻ നിങ്ങൾ ആര് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. അവർ വാസ്തവത്തിൽ ആരാണ്? അവർ പാർട്ടിയെ പ്രതിനിധീകരിച്ച് നിയമസഭയിൽ ഇരിക്കുന്നവർ മാത്രമാണ്. ഇതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വ്യത്യാസം. ഇങ്ങനെ എല്ലാ മേഖലയിലും നശിച്ച് നാറാണ് കല്ല് പറപ്പിച്ചപ്പോൾ വന്നിരിക്കുന്ന ഈ യൂണിവേഴ്സിറ്റിയുടെ വിഷയം വരുമ്പോൾ തന്നെ മറുഭാഗത്ത് വരുന്നു. നിങ്ങൾ ഈ കഴിഞ്ഞ ബഡ്ജറ്റിന് ഞാനത് ഏറ്റവും ക്രൂരമായ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞത്. ഈ കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് ഇയാൾ കൊണ്ടുവന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. 130 കോടി രൂപ പിന്നെ ചെലവിലിട്ട് പിന്നെ ധർമ്മടത്ത് നിയോജക മണ്ഡലത്തിൽ ഒരു ഡയറി യൂണിവേഴ്സിറ്റി പോലത്തെ ഒരു ഫാം കൊണ്ടുവരികയാണ്. ഞാൻ ഇതേ ചാനലിനകത്ത് ഞാൻ പറഞ്ഞതാണ്, കേരളത്തിലെ മലബാർ മേഖലയെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ മേഖലയായിരുന്ന ബീഡി മേഖല. ആ ബീഡി മേഖലക്കകത്ത് ദിനേശ് ബീഡി എന്തെങ്കിലും പ്രതിസന്ധി നേരിടുന്നുണ്ടെങ്കിൽ ആ പ്രതിസന്ധിക്കകത്ത് പരിഹാരം കാണാൻ അന്നത്തെ IAS ഉദ്യോഗസ്ഥൻ കൂടിയായിരിക്കുന്ന ചെയർമാനുമായിരിക്കുന്ന GK പണിക്കർ വെച്ചേക്കുന്ന പ്രപ്പോസൽ, പിരിഞ്ഞു പോകുന്ന തൊഴിലാളിക്ക് എന്ത് കൊടുക്കണം? ഇതിനകത്ത് കുറച്ച് പൈസ പിടിച്ചു വെച്ചതിന് ശേഷം ഒരു നല്ല ശേഷിയുള്ള ഉത്പാദന ശേഷിയുള്ള പിന്നെ പാല് തരാൻ കഴിയുന്ന ഒരു പശുവിനെ ഈ പറയുന്ന ആൾക്ക് കൊടുക്കണം, വളർത്താൻ കൊടുക്കണം. അങ്ങനെ കന്നുകാലി വളർത്തുന്നതിലൂടെ പാലുൽപാദനത്തിലൂടെ മലബാർ മേഖലയെ സ്വയം സമ്പൂർണ്ണമാക്കാൻ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന GK പണിക്കരെ പരിഹസിച്ചിട്ടാണ് ഈ കണ്ണൂർ ജില്ലയിൽ ആദ്യമായി ചെറക്കുനിയിൽ ഇയാളുടെ നിയോജക മണ്ഡലമായ ചെറക്കുനിയിൽ എന്ത് വന്നത്? ആദ്യമായി കൺസ്യൂമർ സ്റ്റോർ വന്നത്. എന്താ കൺസ്യൂമർ സ്റ്റോർ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ആരാണ് ഉണ്ടാക്കിയിരിക്കുന്ന പ്രോഡക്റ്റ് വിൽക്കുന്ന സ്ഥലമാണല്ലേ, വരുന്നു അല്ലല്ലോ അത്. അതിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഒരാൾ എന്റെ സുഹൃത്തും കൂടിയാണ് അവൻ. 6 മാസം സാധനം പൂട്ടി. രണ്ടാമത് ആ സ്റ്റാൾ തുടങ്ങിയത് എവിടെയാണ്? പിണറായിലാണ് രണ്ടാമത് തുടങ്ങിയത്, ഇതേ കൺസ്യൂമർ സ്റ്റോർ തുടങ്ങിയത്. എന്നിട്ടോ അവിടെയാണ് ഈ 130 കോടി രൂപ ഇപ്പൊ ചെയ്യുമ്പോ ഇയാൾ ആലോചിക്കുന്നത് ഒരു സംഭവം എന്താണ്? ഈ ദിനേശ് ബീഡിയുടെ കോടിക്കണക്കിന് രൂപയുടെ പിന്നെ ആസ്തികളുള്ള കെട്ടിടങ്ങളുണ്ട്. ആ കെട്ടിടത്തിന്റെ സ്ഥിതിയും ഗതിയും ഇപ്പോൾ എന്താണ്? ഏത് ബജറ്റ് പരിശോധിച്ചു? ഇതുപോലെ തന്നെ വരുന്നു റബ്കോവിന്. ഈ കേരളത്തിലെമ്പാടുമുള്ള ആശുപത്രികൾക്ക്, കേരളത്തിലെമ്പാടുമുള്ള സ്കൂളുകൾക്ക്, കേരളത്തിലെമ്പാടുമുള്ള ഓഫീസുകൾക്ക്, സർക്കാർ ഓഫീസുകൾക്ക് എല്ലാറ്റിനും കൊടുക്കുന്ന ഉൽപ്പന്നമായിരുന്ന റബ്കോവിന്റെ ഉൽപ്പന്നമാണ്. എന്നിട്ടും അതിന് കടമാണ്. മൂലധനത്തിലേക്ക് ഇപ്പൊ ഈ ബജറ്റിനകത്ത് എടുത്തിട്ട് കൊടുത്തത് ഒത്തിരിയാണ്. 10 കോടി രൂപയാണ് കൊടുത്തത്. ആരോട് ചോദിച്ചു കൊടുത്തു? ഇതേ ചോദ്യം എവിടെയും വരും. യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാൻ തീരുമാനിക്കുമ്പോ CPIMന്റെ ഏത് പാർട്ടി ഘടകത്തിൽ, ഏത് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തിട്ടാണ് ഈ തീരുമാനമെടുത്തത് എന്നൊരു ചോദ്യം ആരെങ്കിലും ഒരാൾ ചോദിച്ചോ? ഇത് ചോദിക്കാതിരിക്കാനുള്ള ഏറ്റവും മർമ്മപ്രധാനമായിരിക്കുന്ന കാരണമുണ്ട്. ആ കാരണത്തിന്റെ അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന കാരണം ജില്ലാ സമ്മേളനങ്ങളെല്ലാം അവസാനിച്ചതിന് ശേഷമാണ് കേരളത്തിലെ നിയമസഭയ്ക്ക് അകത്ത് വെച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഈ വിദ്യാഭ്യാസ ബില്ല് അവതരിപ്പിക്കാൻ തീരുമാനിച്ചത്. അതിനർത്ഥം എന്താണ്? സുപ്രീം അതോറിറ്റി ഇയാൾ മാത്രമായി മാറിയിരിക്കുന്നു എന്നാണ്. എവിടെയുണ്ട് സെൻട്രൽ കമ്മിറ്റി? എവിടെയുണ്ട് പോളിറ്റ് ബ്യൂറോ? ഈ പോളിറ്റ് ബ്യൂറോയും സെൻട്രൽ കമ്മിറ്റിയെയും നോക്കുകുത്തിയാക്കി പാർട്ടി മെമ്പർമാരെ മുഴുവൻ തന്നെ വഞ്ചിച്ചിട്ട് ഈ ഒരു പദ്ധതി ഇയാൾ ആവിഷ്കരിക്കും എന്ന് പറയുമ്പോ ഇയാളാണ് വാസ്തവത്തിൽ ആര്? കേരളത്തിലെ 3.25 കോടി മലയാളികളെ എങ്ങനെ പോലീസിനെ ഉപയോഗിച്ച് ഭരിക്കുന്നുവോ അതുപോലെ തന്നെ ഇയാൾ ആരെയും ഭരിക്കുകയാണ്, ഈ പാർട്ടിയെയും ഇയാൾ ഭരിക്കുകയാണ്. ഈ ഭരിക്കുന്ന അവസ്ഥയുടെ തുടർച്ചയുടെ ഏറ്റവും ഭീകരമായ അധ്യായമാണ് വാസ്തവത്തിൽ ഈ പോലീസിനെ കൊണ്ട് ഇയാൾ നടത്തുന്ന ഈ നരമേധയാകും. ഈ നരമേധയാത്ര ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് എന്റെ പ്രൈമ അഭ്യർത്ഥി വാദം ഞാൻ അവസാനിപ്പിക്കൂ. 2026 തെരഞ്ഞെടുപ്പ് വരുമ്പോ ആ തെരഞ്ഞെടുപ്പിൽ ഇയാൾ ജയിച്ചു കയറാമെന്നുള്ള വലിയ മോഹത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇയാൾ കാണിക്കുന്ന ഈ വലിയ ഉത്സാഹങ്ങളൊക്കെ. അത് ഒരു പരിധി വരെ അയാളുടെ വാദത്തിനകത്ത് കടപ്പെടുന്നു കൂട്ടിക്കോ, വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ ഘടകങ്ങളാൽ. പക്ഷേ കേരളത്തിനകത്തെ 3.25 കോടി മലയാളികൾ, ഏറ്റവും ദരിദ്രരായിരിക്കുന്ന മനുഷ്യന്മാർ ഇത് മുഴുവൻ കാണുകയാണ്. ഇയാൾക്ക് എന്തെങ്കിലും അധികാരം നഷ്ടപ്പെടുന്ന ഒരു ചിത്രം ഈ 2026 ഇലക്ഷൻ സംഭവിക്കുകയാണ് എങ്കിൽ ഇയാൾ ഈ കേരളത്തിൽ ഉണ്ടാവില്ല. മിസ്റ്റർ നമ്പ്യാർ, ഈ കേരളത്തിൽ ഇയാൾ ജീവിച്ചിരിക്കില്ല. ഇയാൾ അപ്പൊ ഇവിടെ സ്ഥലം വിടുകയാണ്. കാരണം 100 മറിയക്കുട്ടി ചേച്ചിമാർ ഈ കേരളത്തിൽ ഇയാളെ ചെരുപ്പെടുത്തടിക്കാൻ കാത്തു നിൽക്കുകയാണ്. ഇവിടെയാണ് പോലീസിനെ 100 കണക്കിന് പോലീസുകാരുടെ അകമ്പടിയിൽ അർമാദിപ്പോടെ സ്വന്തം ഗ്രാമത്തിനകത്ത് പോലും വരുമ്പോ ആരെ ഭയന്നിട്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്? ഈ മനുഷ്യനും പോലീസും തമ്മിലുള്ള ബന്ധം എന്താണ്? ഗുണ്ടകളെ സംരക്ഷിക്കുന്നത് പോലെ പോലീസിനെ സംരക്ഷിക്കലാണോ? അതാണോ ജനാധിപത്യ സമൂഹത്തിൽ ചേർന്നത്? ഇത്തരമുള്ള മൗലികമായ ചോദ്യങ്ങളാണ് വാസ്തവത്തിൽ ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്നാണ് മിസ്റ്റർ നമ്പ്യാർ എന്റെ പ്രാഥമികമായിരിക്കുന്ന വാദം. ഓക്കെ, അടുത്ത പലതേ പോലീസിനെ ഈ രീതിയിൽ ന്യായീകരിക്കേണ്ട ഒരു പശ്ചാത്തലമാണോ ഇപ്പോൾ കേരളത്തിൽ ഉള്ളത്?
മുഖ്യമന്ത്രി നിയമസഭയിൽ വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞത്. കാരണം പോലീസുകാരോട് വളരെ കൂടുതലുണ്ട്. കൂടുതൽ പോലീസുകാരും ജനസേവകർ തന്നെയാണ്. പോലീസ് സ്റ്റേഷനുകളെല്ലാം തന്നെ ജനങ്ങൾക്കനുസരിച്ചുള്ള പ്രവൃത്തികളുമാണ് നടക്കുന്നത്. പിന്നെ ഒറ്റപ്പെട്ട പോലീസുകാർ തെറ്റാണ്, ഞാൻ ആ 100% അംഗീകരിക്കുന്നു. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ട് കേരളത്തിലെ പോലീസുകാർ മൊത്തം കുഴപ്പക്കാരാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പിന്നെ പോലീസിന്റെ അതിക്രമത്തെ കുറിച്ച് പറയുമ്പം ഇപ്പോഴിരിക്കുന്ന ഭരണകർത്താക്കൾ അല്ലെങ്കിൽ കേരളത്തിലെ 140 MLA-മാരെ എടുത്താൽ പോലീസിന്റെ അതിക്രമത്തിൽ ഏറ്റവും കൂടുതൽ ഭീകരമായ മർദ്ദനമേറ്റ ഒരാളാണ്, ജയിലിൽ കിടന്നു അല്ലാതെയൊക്കെ സഖാവ് പിണറായി വിജയൻ. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്, അദ്ദേഹം പറയാതെ തന്നെ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള ഒരാളിൽ നിന്ന് ഈ രീതിയിലുള്ള പരാമർശം, പ്രസ്താവനയല്ല ഞങ്ങളെപ്പോലുള്ളവ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന് കൃത്യമായി അറിയാം, തിക്താനുഭവങ്ങളുണ്ട്. അല്ല, അദ്ദേഹം വളരെ വ്യക്തമായിട്ടല്ലേ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ എന്താ, കുറച്ച് പോലീസുകാര് അതിക്രമം കാണിച്ചെന്ന് വിചാരിച്ച് ഭൂരിപക്ഷം വരുന്ന പോലീസുകാരെ മൊത്തത്തിൽ എല്ലാവരും കൊളരാത്തവരായി ചിത്രീകരിക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്കറിയാം ഇവിടെ എത്രയോ പോലീസ് പലതും. ഒറ്റ കാര്യം കൂടെ, അതായത് ഇപ്പൊ ചെന്താമര ആ വിഷയമാണല്ലോ ഇന്നിപ്പോൾ പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ച് പ്രധാനമായും. പിന്നെ പത്തനംതിട്ടയിൽ സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ളവരെ പോലീസ് മർദ്ദിച്ചത്, ക്രൂരമായി മർദ്ദിച്ചത്. ഇപ്പോൾ ചെന്താമര ജാമ്യത്തിലിറങ്ങി, ഒരു കൊലപാതകം കഴിഞ്ഞു ജാമ്യത്തിൽ ഇറങ്ങി, അദ്ദേഹത്തെ നിരീക്ഷിക്കുന്നത് പോലീസിന് വീഴ്ച പറ്റിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ പലതും അങ്ങനെ പറഞ്ഞുകൊണ്ടായില്ലല്ലോ. 2 ജീവനുകളല്ലേ നഷ്ടപ്പെട്ടത്, അതിനാര് സമാധാനം പറയും? അത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലേ, പോലീസ് പെട്ടെന്ന് ഒരു വ്യക്തി അക്രമാസക്തനായി ആരെങ്കിലും ഒരാളെ കൊല്ലുകയാണെന്നുണ്ടെങ്കിൽ പോലീസ് എന്ത് എല്ലായിടത്തും നിൽപ്പുണ്ടില്ല. പോലീസിന് ചെയ്യാൻ പറഞ്ഞ പേര് പറഞ്ഞ ശരിയാണ്, അയാളെ നിരീക്ഷണത്തിന് വിധേയമാക്കണം. പക്ഷേ അയാൾ 2020 നടന്ന സംഭവത്തിൽ 2022 അയാൾ ജാമ്യത്തിൽ ഇറങ്ങിയത്. 2 വർഷം കഴിഞ്ഞാണ് അയാൾക്ക് ജാമ്യം കൊടുക്കുന്നത്. ജാമ്യം കൊടുക്കുന്നത് പോലീസല്ല, കോടതിയാണ് ജാമ്യം കൊടുക്കുന്നത്. അത്രയും നാൾ പ്രോസിക്യൂഷൻ ശക്തമായിട്ട് എതിർത്താണ്. ഗവൺമെന്റിന് വേണ്ടി അപ്പയർ ചെയ്തത് പ്രോസിക്യൂഷനാണ്. ആ പ്രോസിക്യൂഷന്റെ എതിർപ്പിനെ തുടർന്നാണ് അദ്ദേഹത്തിന് അത്രയും ദീർഘകാലം ജാമ്യം കിട്ടാതെ ലഭിക്കുന്നത്. അങ്ങനെ ജാമ്യത്തിൽ ഇറങ്ങി ഇത്ര സമയമുണ്ട്, അവർക്ക് ജാമ്യത്തിനകത്ത് ആ ജാമ്യ വ്യവസ്ഥയിൽ ഇത്ര നാൾ നാട് വിട്ടു പോകരുത്, ഇത്ര നാൾ സംഭവങ്ങളിൽ ഏർപ്പെടരുത് എന്നൊക്കെ പറഞ്ഞ് ആ പീരീഡ് കഴിഞ്ഞു. ആ പീരീഡിന് ശേഷമാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ശരിയാണ്, ആ സ്ത്രീ എന്ന് പരാതിപ്പെട്ടിരുന്നു, ഇയാൾ ഞങ്ങൾക്ക് ഭീഷണിയുണ്ട്, ഇയാൾ ഞങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞിരുന്നു. പോലീസ് ജാഗ്രത പാലിക്കേണ്ടതായിരുന്നു. അതിൽ ആ പോലീസിനെ 100% തെറ്റുപറ്റിയെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു. ആ പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട്. കാരണം പോലീസിന് അവർ അതിന് 2 ദിവസത്തിന് മുമ്പും അതിന്റെ തലേന്നത്തെ ദിവസവും ഒക്കെ പരാതി കൊടുത്തിരുന്നു, ഇയാൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ട്. ഒരുപക്ഷെ പോലീസ് സമയോചിതമായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ ആ സംഭവം ഒഴിവാക്കാമായിരുന്നു. അതിനകത്ത് പോലീസിന്റെ ഭാഗത്ത് ചെറുതല്ല വലിയ വീഴ്ച പറ്റി എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. പോലീസ് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അനുവദിച്ചു കൊടുക്കാൻ പറ്റാത്ത ഗുരുതരമായ വീഴ്ചയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് പറ്റിയത്. അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ നടന്ന സംഭവം ശരിയാണ്, വിവാഹ പാർട്ടി കഴിഞ്ഞ് വരുന്ന സ്ത്രീകളെ പുരുഷന്മാരെ തടഞ്ഞു നിർത്തി ക്രൂരമായി മർദ്ദിച്ച സംഭവം, അതും അങ്ങേയറ്റം നമുക്ക് അനുവദിക്കാൻ പറ്റുന്ന യാതൊരു വിധമായ കാര്യങ്ങളുമല്ല. അപ്പം ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ മാത്രം ഒതുക്കി നിർത്തിക്കൊണ്ട് കേരളത്തിലെ പോലീസുകാർ മൊത്തം കുറ്റക്കാരാണെന്ന് പറയുന്നത് മാത്രമേ പിണറായി വിജയൻ സഭയിൽ പറഞ്ഞുള്ളൂ. അദ്ദേഹത്തിന്റെ വർത്തമാനത്തിൽ അത് വളരെ വ്യക്തമല്ലേ. ഒരു കാരണവശാലും മറ്റു ഭൂരിപക്ഷം വരുന്ന പോലീസുകാരുടെ അവരുടെ ആത്മവീര്യത്തെ കെടുത്തുന്നതാണ് ആ ഒരു പരാമർശം. അത് തീർച്ചയായിട്ടും ഹോം ഡിപ്പാർട്ട്മെന്റിലൂടെ കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ കീഴിൽ വരുന്ന ഉദ്യോഗസ്ഥരെ, ഭൂരിപക്ഷം വരുന്ന ഉദ്യോഗസ്ഥരെ ന്യൂനപക്ഷത്തിന്റെ കൊള്ളരായ്മകൾ കൊണ്ട് ഭൂരിപക്ഷം വരുന്ന ഉദ്യോഗസ്ഥരെ കൊള്ളരാത്തവരാണെന്ന് അദ്ദേഹത്തിന് നല്ല ഒരു മന്ത്രിക്ക് നാളെ ഈ പ്രതിപക്ഷ വി ഡി സതീശൻ ആഭ്യന്തരമന്ത്രിയിൽ പോലും അദ്ദേഹത്തിന് പറയാൻ പറ്റുമോ? 2-3 പോലീസുകാർ തെറ്റ് ചെയ്താൽ ബാക്കി വരുന്ന 95% പോലീസുകാരും മൊത്തത്തിൽ അവർ കൊള്ളരാത്തവരാണെന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്പ്യാർക്ക് പറയാൻ പറ്റുമോ? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ കേരളത്തിലെ പോലീസുകാർ മൊത്തം കൊള്ളരാത്തവരാണെന്ന്? ഒരിക്കലുമല്ല. കേരളത്തിലെ പോലീസുകാരിൽ ഭൂരിപക്ഷവും ഏത് രീതിയിലും നല്ലവരാണെന്ന് തെളിയിക്കുന്ന എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ, അവർക്ക് സേവനങ്ങൾ, നിങ്ങൾ തന്നെ ഇപ്പോൾ മനോരമ പത്രം തന്നെ എഴുതിയല്ലോ, കേരളത്തിലെ പോലീസുകാർ ഇപ്പോൾ ഈ ശബരിമല, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്, ശബരിമല കുഴപ്പങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ഈ ശബരിമലയെ സംബന്ധിച്ച് മനോരമ ഒരു ദിവസം എഡിറ്റോറിയൽ എഴുതി, അവിടുത്തെ ദേവസ്വം ഉദ്യോഗസ്ഥരും പോലീസും കൂടെ ചേർന്ന് കൈകോർത്ത് പിടിച്ചു നിന്നു. ഇപ്രാവശ്യം ശബരിമല സീസൺ വളരെയധികം സമാധാനപരമായി ഒരു പ്രശ്നമില്ലാതെ പോയി. അപ്പൊ അവർ ചെയ്യുന്ന സേവനങ്ങളുണ്ട്, നമ്മൾ അത് കാണാതെ വിട്ടുകൂടാ. അതുകൊണ്ട് പോലീസുകാർ തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കണം, അവരെല്ലാവരും നല്ലവരാണെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കാർക്കുമില്ല. പക്ഷെ കുറച്ചൊരു ന്യൂനപക്ഷം ചെയ്യുന്ന തെറ്റിനെ ഭൂരിപക്ഷത്തിനെ അടച്ചാക്ഷേപിക്കരുത് മാത്രമാണ് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത്. യെസ്, ഹരിദാസ, അങ്ങനെ മാത്രം ആ ഒരു വൃത്തത്തിനകത്ത് ഈ വിഷയത്തെ കണ്ടാൽ മതിയോ? ഇപ്പോൾ
നമുക്ക് പോലീസ് അട്രോസിറ്റീസിൻ്റെ നമ്പർ അത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അനുദിനം. പോലീസ് പ്രതിസ്ഥാനത്ത് വരുന്ന നിരവധി കേസുകൾ ഇപ്പം നോക്കൂ, ഞാൻ ആമുഖത്തിൽ ഞാൻ പറഞ്ഞു അത്. അതായത് ഒരു കേസ് സെറ്റിൽ ചെയ്യുന്നത് ഒരു ബാറിലിരുന്ന്, ഇപ്പം തിരുവനന്തപുരത്തെ നൊട്ടോറിയസ് ആയിട്ടുള്ള ഗുണ്ടകൾ ഒരു ഭാഗത്ത്, ഇപ്പുറത്ത് DYSP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ, അവരിരുന്നിട്ടാണ് ഒരു കേസ് സെറ്റിൽ ചെയ്യുന്നത്. എന്നിട്ട് ഈ പണം അവർ ഷെയർ ചെയ്യാണ്. നോക്കൂ, ഇതാണ് പോലീസിങ്, കേരളത്തിലെ പോലീസിങ്. അതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാത്രം നമുക്ക് ഒതുക്കി നിർത്താൻ ആവുമോ? അങ്ങനെ കണ്ടാൽ മതിയോ? ശരിയാണ്, ബലദേവ് പറഞ്ഞതിനോട്, മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതിനോട് 100% ഞാൻ യോജിക്കുന്നു. എല്ലാ പോലീസുകാരും ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുന്നില്ല. പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ പരാമർശം അത് വളരെ എന്താ പറയണ്ടേ, ഇതിനെ ലാഘവത്തോടെ വളരെ ലഘുവാക്കിക്കൊണ്ട് ഉള്ളൊരു പരാമർശം അല്ലേ ഇത്? മാത്രമല്ല അദ്ദേഹം ക്ഷുഭിതനായിട്ടാണ് സംസാരിച്ചത്. തെറ്റ് ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കണം. പക്ഷേ ഈ സസ്പെൻഷന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ? ഇപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും, സർവീസിലേക്ക് തിരിച്ചു വരും. ലോ ആൻഡ് ഓർഡറിൽ വീണ്ടും അയാളെ നിയോഗിക്കും. അല്ല എന്ന് പറയാൻ പറ്റുമോ അഡ്വക്കേറ്റ് ബലദേവിന്? അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ, എനിക്ക് തോന്നുന്നു പോലീസ് മാനുവലിൽ തന്നെ പറയുന്നുണ്ട്, അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ അപ്രധാനമായിട്ടുള്ള കസേരയിൽ, തസ്തികകളിൽ ഇരുത്തണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ പാർട്ടിക്ക് കുഴലൂത്ത് നടത്തുന്ന ഉദ്യോഗസ്ഥൻ, അവർ ഇനി കൊലപാതകം നടത്തിക്കഴിഞ്ഞാലും അവനെ തിരിച്ച് കൊണ്ടുപോയി ഇരുത്തുന്നത് ഇതേ ലോ ആൻഡ് ഓർഡറിൽ തന്നെയാണ്. അതൊക്കെ ഈ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയല്ലേ, യാഥാർത്ഥ്യമല്ലേ? നോക്കൂ, പോലീസ് നേരെയാകണമെങ്കിൽ പോലീസിനെ നയിക്കുന്നവർ നേരെയാകണം. പോലീസിനെ നയിക്കുന്നവർ നേരെയായാൽ പോലീസ് നേരെയാകും. തല ശരിക്ക് നിന്നാൽ വാല് കുത്തിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു ചൊല്ലുണ്ട്. ഇവിടെ ഇപ്പൊ നിലവിൽ കുറുന്തോട്ടിക്ക് വാദം വന്നതുമാതിരിയാണ് നമ്മുടെ പോലീസിന്റെ അവസ്ഥ. പോലീസുകാർ മുഴുവൻ തെറ്റ് ചെയ്യുന്നവരാണ്, പോലീസുകാർ മുഴുവൻ ജനത്തിന്റെ സേവനങ്ങൾ നിഷേധിക്കുന്നവരാണ് എന്ന് പറയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പക്ഷേ ശ്രീ ബലദേവ്, ഞാൻ അങ്ങയോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഞാൻ ഇന്ന് വരെ ഒരു ബലാത്സംഗവും ചെയ്തിട്ടില്ല. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് വരെ ഞാൻ ബാലപീഡനങ്ങൾ നടത്തിയിട്ടില്ല. ഞാൻ കള്ളു കുടിച്ച് റോട്ടിൽ കിടന്ന് ബഹളം വെച്ചിട്ടില്ല. പക്ഷെ ഇന്ന് ഈ ചർച്ച കഴിഞ്ഞ് പോയതിനു ശേഷം ഞാൻ ഇതിൽ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ MK ഹരിദാസ് ഇന്നലെ വരെ ചെയ്ത് കുറ്റങ്ങളും തെറ്റുകളും ഒന്നും ചെയ്യാത്തൊരു വ്യക്തിയാണ് എന്ന നിലയിലുള്ള സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടുമോ? കിട്ടില്ല. അതുപോലെ തന്നെയാണ് 50% പോലീസുകാര് കേരള പോലീസിൽ നല്ലവരായിട്ടുള്ളപ്പോൾ തന്നെ 50% പോലീസുകാർ അഴിഞ്ഞാടുകയാണ്. ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്തവ്യ നിർവഹണത്തിൽ അവർ അങ്ങേയറ്റം വീഴ്ച വരുത്തുകയാണ്. ദൃഢഭാവേ മൃദുകൃത്യ എന്ന് തിരുത്തി പറയേണ്ട അവസ്ഥയിലാണ്. മൃദുഭാവ്യ ദൃഢകൃത്യ എന്നല്ല ഇപ്പൊ പറയേണ്ടത്. പോലീസ് സ്റ്റേഷന്റെ മുകളിലെ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്ന് എഴുതി വെക്കലല്ല ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം. ഞങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പോലീസുകാർ പ്രാപ്തരാണെന്ന് നികുതിദായകർക്ക് തോന്നുന്നിടത്താണ് പോലീസ് ഇവിടുത്തെ സജീവമായിട്ട് ഉണ്ട് എന്നുള്ളൊരു തോന്നല് വരും. ഇപ്പോ ഇവിടെ നിങ്ങൾ ചർച്ചയിൽ നിങ്ങൾ പോത്തുണ്ടി സംഭവത്തിൽ മാത്രം പറഞ്ഞു. ആദ്യം താങ്കൾ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു അവരെ പോലീസിന് ഇപ്പൊ എല്ലാ സ്ഥലത്തും ചെന്താമരയെ പോലുള്ളവർ സഞ്ചരിക്കുന്നിടത്ത് എത്താൻ പറ്റുമെന്ന്. താങ്കൾ പറവൂർ ചേന്നമംഗലത്തെ കാര്യത്തിൽ പറയൂ. 3 പേരെ കൊന്നിട്ട് 4ാമതൊരാൾ മൃതപ്രായനായി കിടക്കുമ്പോ പിടികൂടപ്പെട്ട പ്രതി പറയുന്നത് എന്താണെന്നറിയോ? ആ 4ാമൻ കൂടി മരിച്ചു എന്നറിഞ്ഞാൽ എനിക്ക് മനസ്സമാധാനം വരൂ എന്നാണ് പറയുന്നത്. ഈ പ്രതിയെ പറ്റിയിട്ട് ആ കൊല്ലപ്പെട്ട 3 പേരും ഈ മൃതപ്രായനായി കിടക്കുന്ന വ്യക്തിയും പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരെ ഒന്ന് വിളിച്ച് താക്കീത് ചെയ്യാനോ ആ കുടുംബത്തിന് സംരക്ഷണം ഒരുക്കാനോ പോലീസിന് ആകാതെ വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? പോലീസിന്റെ വീഴ്ചയാണ് എന്ന് പറയുന്നത്. പോലീസിന്റെ വീഴ്ച ശ്രീ ബലദേവ്, അങ്ങ് പ്രഗത്ഭനായ ഒരു അഭിഭാഷകനാണ്. അങ്ങയോടൊക്കെ ഇത് ചോദിക്കാൻ നല്ല പ്രാപ്തി പോലും എനിക്ക് ഉണ്ട് എന്ന് തോന്നുന്നില്ല. പോലീസിന് വീഴ്ച പറ്റിയാൽ അത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയം തന്നെയല്ലേ? അത് നമുക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് ഇല്ലേ, ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് ഇല്ലേ? ഇത്തരത്തിൽ ഈ നമ്മുടെ ചേന്നമംഗലത്ത് ഇത്തരത്തിലൊരു പരാതി കിട്ടിക്കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കാത്ത പോലീസിന് അത് ഇന്റലിജൻസിനും സ്പെഷ്യൽ ബ്രാഞ്ചിന് കൈമാറിക്കൊണ്ട് ഇവന്റെ നീക്കങ്ങളെ കുറിച്ചിട്ടൊന്ന് ശ്രദ്ധ വെക്കാൻ പറയേണ്ട ചുമതലയില്ലേ? അതില്ലാതെ വരുമ്പോഴാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഇവിടെ ശ്രീ ഷാജി പറഞ്ഞതിന്റെ ചുവട് പിടിച്ച് സംസാരിക്കുകയല്ല കേട്ടാ ഞാൻ. ഷാജി പറഞ്ഞതിന്റെ ഭാഗം വെച്ചിട്ട് പറയുകയാണെങ്കിൽ കുറ്റക്കാരെ സംരക്ഷിക്കുന്ന ഒരു സർക്കാരാണ്
കുറ്റക്കാരായ പോലീസുകാരെ സംരക്ഷിക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത് എന്ന് എപ്പോഴും തോന്നൽ വരുത്തുമാറാണ് ഈ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന്, ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് പെരുമാറ്റങ്ങളും അദ്ദേഹത്തിന്റെ കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നത് എന്ന് അങ്ങ് ശ്രദ്ധിക്കണം. അങ്ങയെ ഇവിടെ ചൂണ്ടിയിട്ട് പറയുന്നത് താങ്കളാണ് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായിട്ട് വന്നിരിക്കുന്നത്, താങ്കൾ കുറ്റക്കാരനാണെന്നുള്ള നിലയ്ക്കല്ല കേട്ടോ. നവകേരള യാത്രയിൽ ആലപ്പുഴയിൽ വെച്ചിട്ട് ഒരു വികലാംഗന അടക്കമുള്ളവരെ തന്റെ സുരക്ഷ, തന്റെ ഒരു ഉദ്യോഗസ്ഥൻ വടികൊണ്ടടിച്ചും മറ്റും അങ്ങേയറ്റം ക്രൂരമായി മർദ്ദിക്കുന്നതും, അതുപോലെ തന്നെ അവിടെ പോലീസുകാർ, ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസ്സുകാരെ, ഇത് യൂത്ത് കോൺഗ്രസ്സുകാരോട് താല്പര്യം കൊണ്ടും പറയുന്നില്ല, അങ്ങേയറ്റം അഴിഞ്ഞാടിയ സമയത്ത് അവർക്കെതിരെ നടപടിയെടുക്കണം. നിങ്ങൾ നവകേരള യാത്രയിൽ ഇത്തരത്തിൽ പ്രതിഷേധിക്കുവാനുള്ള പൊതുജനത്തിന്റെ അധികാരത്തെ, അവൻ അത്തരം ഒരു സ്വാതന്ത്ര്യത്തെ നിങ്ങൾ തടയാൻ നിൽക്കണം. അങ്ങനെയൊന്നും പറയണ്ട. സാമാന്യ മര്യാദയ്ക്ക് ചെയ്യേണ്ടത് എന്തായിരുന്നു? അവർക്കൊരു ഗുഡ് സർവീസ് എൻട്രി നൽകാതെ അവർ കുറ്റക്കാരാണ് എന്നുള്ള ബോധം മുഖ്യമന്ത്രിക്ക് ഉണ്ട് എന്ന് വരുത്തുവാൻ ഈ മുഖ്യമന്ത്രി തയ്യാറാകണമായിരുന്നു. മറിച്ച് എന്താണ് ചെയ്തത്? ഒരാഴ്ച കാലതാമസത്തില് ഈ പ്രധാന കുറ്റക്കാരനായ മുഖ്യമന്ത്രിയുടെ സംരക്ഷകൻ പോലീസ് വിളിച്ചിട്ട് പോലും, ആലപ്പുഴ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ വിളിച്ചിട്ട് പോലും ഹാജരാവാത്ത സാഹചര്യത്തില് അദ്ദേഹത്തിന് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുന്നത് കണ്ട കേരളമല്ലേ ഇത്? അപ്പൊ ഇവിടുത്തെ പോലീസുകാർക്ക് തോന്നുകയാണ് എന്തെന്ന്, ഇവിടെ ഞങ്ങൾ കുറ്റം ചെയ്തു കഴിഞ്ഞാലും ഞങ്ങൾക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ടെങ്കിൽ ഞങ്ങളുടെ പോലീസും ഞങ്ങളുടെ മുഖ്യമന്ത്രിയും ഞങ്ങളുടെ ആഭ്യന്തരമന്ത്രിയും ഞങ്ങളെ സംരക്ഷിക്കുമെന്നുള്ളതിനെ ഒരു, നമ്മൾ പറയില്ലേ, ഒരു തെളിവ്, ഒരു സന്ദേശം നൽകുകയാണ് മുഖ്യമന്ത്രി. നിങ്ങൾ ഞങ്ങൾക്കെതിരായി സംസാരിക്കുന്നവരെയും നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെയും എങ്ങനെ വേണമെങ്കിലും വേട്ടയാടിക്കോളും, ഞങ്ങൾ നിങ്ങളുടെ ഒപ്പമാണ് എന്ന് പറയുന്നതിന് തുല്യമല്ലേ അത്? ബലരാമപുരത്ത് ഗുണ്ടാ നേതാവ് നടത്തുന്ന പാർട്ടിയിൽ 2 CI-മാരും ഒരു DYSPയും പങ്കെടുത്ത് മദ്യപിക്കുന്നു. അവിടെ ഈ DYSP മദ്യപിച്ചത് അവരുടെ സബോർഡിനേറ്റ് ആയിരുന്ന ഉദ്യോഗസ്ഥർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരത് അവിടെ വെച്ച് പറഞ്ഞു, അങ്ങ് ഇവിടെ ഇരുന്നിട്ട് ഈ മദ്യപിക്കുന്നത് ശരിയല്ല. അവിടെ പരസ്യമായിട്ട് തല്ലുകയാണ് ഈ 3 പോലീസുകാരും തമ്മിൽ. കേരളത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവമാണ്. പോലീസിന്റെ ആത്മവിശ്വാസം പുറത്ത് ഏകദേശം 2000-കണക്കിനോ 3000-കണക്കിനോ CI-മാരും DYSP-മാരും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഇവരവിടെ തല്ലുമ്പോ ആ തല്ലിയ പോലീസുകാർക്കെതിരെ പിറ്റേ ദിവസം എന്ത് നടപടിയാണ് എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നടപടിയും എടുത്തിട്ടില്ല ശ്രീ ബലദേവ്. ഒന്നും എടുക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് പോലീസിനുള്ള പ്രശ്നം. അപ്പൊ പോലീസ് ഇവിടെ നേരെ നിൽക്കണമെങ്കിൽ പോലീസിന്റെ ആഭ്യന്തര വകുപ്പ് നേരെ നിൽക്കണം. മൂർത്തമായ സാഹചര്യങ്ങളിൽ മൂർത്തമായ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്ന് പല സാഹചര്യത്തിലും MP ഗോവിന്ദൻ, ഇപ്പൊ മന്ത്രി ബിന്ദു, മുഖ്യമന്ത്രി ഒക്കെ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ കിഫ്ബി വഴി പണിത റോഡുകൾക്ക് ടോൾ പിരിക്കില്ലെന്ന് പറഞ്ഞവർ തന്നെ അത് പിരിക്കാനെടുത്ത മൂർത്തമായ സാഹചര്യത്തിലെ മൂർത്തമായ തീരുമാനവും സ്വകാര്യ സർവകലാശാലകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പ്രാഥമിക സമ്മേളനം നടത്തിയപ്പോ ഒരു പ്രമുഖ വ്യക്തിയുടെ ചെകിടത്തടിച്ചിട്ട് അത് നടക്കില്ലെന്ന് പ്രഖ്യാപിച്ചവർ സ്വകാര്യ സർവകലാശാല കൊണ്ടുവരുന്നതും മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായ തീരുമാനമായി ഞങ്ങൾ കാണുന്നു. മദ്യനയം, മദ്യാസക്തി കുറച്ചു കൊണ്ടുവന്ന് മദ്യ നിരോധനമല്ല മദ്യവർജനമാണ് ഞങ്ങൾ കൊണ്ടുവരിക എന്ന് പറഞ്ഞവർ പുതിയ ബ്രൂവറിക്ക് തീരുമാനമെടുത്തതും മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായ തീരുമാനമായി ഞങ്ങൾ കാണുന്നു. ഷെറിൻ എന്ന് പറയുന്ന ഒരു കൊടും കുറ്റവാളിയെ ജയിൽ ഉപദേശക സമിതി വളരെ വേഗം തീരുമാനമെടുക്കുന്നു. 14 വർഷവും 14 ദിവസവുമായി ഇനി അവർ ജയിലിൽ കിടക്കാൻ പാടില്ല എന്ന് തീരുമാനമെടുക്കുന്നു. പോലീസ് അതിനനുസരിച്ച് റിപ്പോർട്ട് കൊടുക്കുന്നു. മന്ത്രിസഭാ തീരുമാനം ഉണ്ടാകുന്നു. ആ സാധനം പിടിയാൽ ഇപ്പോ ഗവർണറുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇത് മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായ തീരുമാനമാണ്. ഈ മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായ തീരുമാനം എടുക്കേണ്ടത് ഇതിനൊന്നുമല്ല. ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കേണ്ട പോലീസ് ഈ മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ സംവിധാനമില്ലാത്ത ഒരു ആഭ്യന്തര വകുപ്പാണ് ഞങ്ങളുടേതെന്ന് ഇവിടുത്തെ നികുതിദായകരായ സാധാരണക്കാരായ MK ഹരിദാസൻ ഇവിടുത്തെ നികുതിദായകർക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഈ പോലീസ് മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ചേന്നമംഗലത്ത് 3 പേരും അതുപോലെ തന്നെ പോത്തുണ്ടിയിൽ 2 പേരും മരിക്കില്ലായിരുന്നു ശ്രീ ബലദേവ്. അപ്പൊ അതിന് കൊള്ളാത്ത ഒരു പോലീസായി കേരളത്തിലെ പോലീസ് മാറിയെങ്കിൽ അതിന് നമ്മൾ ആരെയാണ് കുറ്റപ്പെടുത്തുക? പോലീസിന്റെ വീഴ്ചയെ ന്യായീകരിച്ച അതേ മുഖ്യമന്ത്രി തന്നെയാണ് പോലീസിന്റെ വീഴ്ചയിലുള്ളവർക്ക് ഗുഡ് സർവീസ് എൻട്രി കൊടുത്തിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോ നമുക്ക് ഇത്തരം കാര്യങ്ങളുള്ളൂ. നമ്മുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ പ്രാപ്തമായ പോലീസ് നിലവിൽ അതിന് പ്രാപ്തരാണോ? അതിന് പ്രാപ്തരല്ലെന്നുള്ള നിലയിൽ
നമ്മുടെ പ്രതിപക്ഷം കൊണ്ടുവന്ന ഒരു അടിയന്തര പ്രമേയത്തിന് മുഖ്യമന്ത്രി ഇന്ന് നൽകിയ മറുപടിയിൽ കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങൾ, അതായത് അന്ധനായ ഒരു രാജാവ്, അല്ല കോങ്കണ്ണനായ ഒരു രാജാവ് അന്ധരായ 1000 പേരെ നയിച്ച ഒരു കഥ ഉണ്ട് ഈസോപ്പ് കഥകളില്. എനിക്കിന്ന് അദ്ദേഹം അത് നിയമസഭയിൽ പറഞ്ഞപ്പോൾ ഡെസ്കിലടിച്ച് ശബ്ദിപ്പിച്ച ആ MLA-മാരോട് എനിക്ക് അങ്ങേയറ്റം ദയനീയാവസ്ഥയാണ് തോന്നിയത്. ഈ കോങ്കണ്ണൻ രാജാവ് നയിച്ച 1000 കുരുടന്മാരുടെ അവസ്ഥ. കാരണം മുന്നിൽ ഒരു കൊക്കയിലേക്കായിരുന്നു അദ്ദേഹം നയിച്ചു കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിന് ഒരു സൈഡ് കാണാൻ സാധിക്കുമായിരുന്നില്ല. കേരളത്തിൽ 119 MLA-മാരുടെ ജീവൻ സുരക്ഷിതമാണ്. കാരണം അവർക്കൊക്കെ അതിൻ്റെതായ സംരക്ഷണമുണ്ട്. 21 മന്ത്രിമാരും സംരക്ഷിതരാണ്. 21 മന്ത്രിമാരും 119 MLA-മാരും കിടന്നുറങ്ങുന്ന രീതിയിൽ നാളെ രാവിലെ, നാളെ പ്രഭാതമാകുമ്പോൾ ഇന്നത്തെ പോലെ ഞങ്ങൾക്കും ഇവിടെ ജീവിക്കാം എന്നുള്ള ഉറപ്പുവരുത്തേണ്ടത്, ജനങ്ങൾക്ക് ഉറപ്പുവരുത്തേണ്ടത് പോലീസാണ്, ആഭ്യന്തര വകുപ്പാണ്. ആ കാര്യത്തിൽ കേരളത്തിലെ പോലീസും ആഭ്യന്തര വകുപ്പും കഴിഞ്ഞ 100 മാസങ്ങളായിട്ട് അങ്ങേയറ്റം പരാജയപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലെ നമ്മുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ നിയമസഭയിൽ ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ അങ്ങേയറ്റം മോശമായിട്ടുള്ള ഈ പ്രഖ്യാപനങ്ങളും അദ്ദേഹത്തിന്റെ ന്യായീകരണങ്ങളും കേരളത്തിലെ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ് ശ്രീ അനിൽ നമ്പ്യാർ. യെസ്, അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, പോലീസിലെ ക്രിമിനൽ വൽക്കരണം മതാസ്പദമാക്കിയായിരുന്നു ഇന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. മറുപടി പ്രസംഗത്തിൽ പുച്ഛമായിരുന്നു മുഖ്യമന്ത്രിക്ക്. മാത്രമല്ല, അദ്ദേഹം പരിഹസിക്കുകയായിരുന്നു. ഇത്രയും കാര്യങ്ങൾ കേരളത്തിൽ അടിക്കടി ഉണ്ടായിട്ടും അതൊന്നും ഗൗരവത്തോടെ, അതിൻ്റെ ഗുരുതര സ്വഭാവം ഉൾക്കൊള്ളാതെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരാൾ ഈ പ്രമേയം കൊണ്ടുവന്ന പ്രതിപക്ഷത്തെ അടച്ചാക്ഷേപിക്കുന്ന ഒരു സമീപനം കൈക്കൊണ്ടു. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? അതായത് മുഖ്യമന്ത്രി പോലീസിലെ ക്രിമിനലുകളെ സംരക്ഷിക്കുന്നു, അവർക്ക് കുടപിടിക്കുന്നു എന്ന് തന്നെയല്ലേ? അതിപ്പോൾ ഒരു ചർച്ചയിൽ ചോദിച്ചാൽ കേരളത്തിലെ ബുദ്ധി ഉറച്ച കുട്ടികൾക്ക് മുഴുവൻ അറിയാവുന്ന ഒരു കാര്യം നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് പറയുന്ന ഒരാളാണ്. ഇപ്പോൾ അദ്ദേഹം, ബഹുമാനനായിട്ടുള്ള സഹപാനലിസ്റ്റ്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് ഒരു പഴഞ്ചൊല്ലിനെ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ വേദമോതിയിട്ട് കാര്യമില്ലല്ലോ ചില വിഭാഗങ്ങളുടെ ചെവിയിൽ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മർഡർ എത്രയാണ്? 2016 മുതൽ 2024 ഡിസംബർ വരെ ഈ കേരളത്തിൽ നടന്നത് 2887 കൊലപാതകങ്ങളാണ്. ഈ കേരളത്തിൽ നടന്നത് 6608 കൊലപാതക ശ്രമങ്ങളാണ്. ഈ കേരളത്തിൽ നടന്നത് 19887 റേപ്പാണ്. ഈ കേരളത്തിൽ നടന്നത് 7800ഓളം കവർച്ചയാണ്. ഈ കേരളത്തിൽ 10-20,000 മറ്റ് പ്രശ്നങ്ങൾ നടന്നിരിക്കുന്നു. ആരാണ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണല്ലോ. ചോദിച്ചോട്ടെ, മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ വരുന്ന ലോ ആൻഡ് ഓർഡർ പോലീസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം ഒരാൾ തെറ്റ് ചെയ്താൽ, ഒരാളൊരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്താൽ, അല്ലെങ്കിൽ ഒരാൾ ഒരു നാടിന് ദോഷകരമാകുന്നൊരു പ്രവൃത്തി ചെയ്താൽ, ചെയ്തതിന് ശേഷം അവിടെ ഓടിയെത്തുക, ചാടിയിറങ്ങുക, അവനെ തേടിപ്പോവുക, ബോംബെയിലേക്കും താനയിലേക്കും കോയമ്പത്തൂരിലേക്കും കാട്ടിലേക്കും മേട്ടിലേക്കും ഇങ്ങനെ ഓടി നടക്കുക, അവനെ കൊണ്ടുവന്ന് ജീപ്പിൻ്റെ പുറകിലെടുത്ത് അവനെ കൊണ്ടുപോയി പ്രഹസനം. ആ പ്രഹസനം എന്താണ്? അവിടെ പോയി നിർത്തുന്നു, ഇവിടെ പോയി നിർത്തുന്നു, ഇപ്പുറത്ത് പോയി നിർത്തുന്നു. ഇതല്ലല്ലോ പോലീസ് എന്ന് പറയപ്പെടുന്നത്. ലോ ആൻഡ് ഓർഡർ കൃത്യമായി കൈകാര്യം ചെയ്യേണ്ട വ്യക്തികൾ അതിൽ പരാജയപ്പെടുന്നു എന്ന് പറയപ്പെടുന്നത്, അവിടെ ലോ ആൻഡ് ഓർഡറിനെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഇവിടുത്തെ നിയമവാഴ്ചയ്ക്ക് ദോഷകരമായിട്ടോ സമാധാനാന്തരീക്ഷത്തിന് ദോഷകരമായിട്ടോ ഒരു പ്രവർത്തനം വരാൻ സാധ്യതയുണ്ട് എങ്കിൽ ആ സാധ്യതയെപ്പോലും തടയുന്ന രീതിയിലേക്ക് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കണമെന്നുള്ളതാണ്. കേരളത്തിലെ പോലീസിൻ്റെ കഴിഞ്ഞ കാലഘട്ടത്തിലെ കുറച്ച് കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കിയേ. അച്ഛൻ ഒരു കൂസലമില്ലാതെ അമ്മയെ വെട്ടിക്കൊല്ലുന്നു, അമ്മ ഒരു കൂസലമില്ലാതെ മക്കളെ വെട്ടിക്കൊല്ലുന്നു, അനിയൻ ചേട്ടനെ വെട്ടിക്കൊല്ലുന്നു. ഇനി കഞ്ചാവ് വലിച്ച് വട്ടം തിരിഞ്ഞ മക്കൾ അച്ഛനെയും അമ്മയെയും വെട്ടിക്കൊല്ലുന്നു. ആ പാലക്കാടുള്ള ഒരു തെമ്മാടി വന്നിട്ട് അമ്മയെ കൊല്ലുന്നു, അച്ഛനെ കൊല്ലുന്നു, അച്ഛമ്മയെ കൊല്ലുന്നു. അപ്പുറത്തെ വീട്ടിലെ ഒരാളെയും കൂടി കൊല്ലാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള അവൻ്റെ ഗദ്ഗതം. എന്നിട്ട് അവന് കാലത്ത് മുട്ടക്കറിയും
അപ്പം മേടിച്ചു കൊടുക്കാൻ പോലീസിന് വലിയ തിരക്ക്. പത്തനംതിട്ടയിൽ കല്യാണം കഴിഞ്ഞ് പോകുന്ന സമയത്ത് വേറളി പിടിച്ച പോലീസുകാർ അങ്ങ് പൂശാണ് വണ്ടി നിർത്തി പിടിച്ചിട്ട്. ചിക്കൻ വണ്ടി പുറത്ത് നിർത്തിയിട്ട് ഒരു കല്യാണ വീട്ടിൽ പോയ ആൺപെൺ വ്യത്യാസമില്ലാതെ പോലീസ് അങ്ങ് കൈകാര്യം ചെയ്യുന്നു. അത് കഴിഞ്ഞു ഈ പോലീസിന്റെ നേതൃത്വത്തിൽ കൈക്കൂലി അവർ 1-ാം സ്ഥാനത്തുണ്ടാവും. എല്ലാവിധ സകല തെമ്മാടിത്തരങ്ങളും. CI വന്ന് DYSPയെ ഗുണ്ടയുടെ വീട്ടിൽ നിന്ന് പിടിക്കുക. DYSP കള്ളു കുടിച്ച് ലക്കും ലഗാനും കെട്ട് വണ്ടി ഓടിക്കുമ്പോൾ CI അറസ്റ്റ് ചെയ്യുക. വേറെ ക്രൈം റെക്കോർഡ്സ് DYSP ഞാൻ നമ്മുടെ ചാനലുകളിൽ കണ്ടതാണ്. എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ നടന്നു, എന്തെല്ലാം ക്രൂരതകൾ നടക്കുന്നു. വെട്ടിക്കൊലപാതകങ്ങൾ, വിഷം കൊടുത്തു കൊല്ലുക, മറ്റേ കഷായം കൊടുത്തു കൊല്ലുക, ജ്യൂസ് കൊടുത്തു കൊല്ലുക, കൂടെ കെടുക്കുമ്പോൾ വൈകുന്നേരം വെട്ടിക്കൊല്ലുക, ഇനി കൊന്ന് കുഴിച്ചു മൂടിയാൽ അതാരും അറിയാതെ നോക്കുക. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കണ്ട് കേരളം ഞെട്ടി വിറങ്ങലിച്ച് നിൽക്കല്ലേ. ചെറിയ കുഞ്ഞു മക്കളുടെ കണ്ണീരല്ലേ വരുന്നത്. അവിടെ മദ്യം മയക്കുമരുന്ന് ലോബികളില്ലേ. ഈ മദ്യം മയക്കുമരുന്ന് MDMA പോലെയുള്ള പാർട്ടികൾ ഇങ്ങനെ യഥേഷ്ടം തുടരുമ്പോൾ അതിനെ കടിഞ്ഞാണിടാൻ പോലും ഇവർക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ക്രിമിനൽ വൽക്കരണത്തിൻ്റെ ഏറ്റവും വലിയ ഒരു വിളനിലമായി കേരള സംസ്ഥാനം മാറിയിട്ടും അതിനെ ഒന്നും ഉൾക്കൊള്ളാനോ അതിനെ കാണാനോ അതിനെ തിരുത്താനോ അതിനെ പ്രതിവിധി ചെയ്യാനോ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിന് സാധിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ കാണണം. ഇന്ന് എന്താ 3-4 ശബ്ദം പുറപ്പെടുവിച്ചു കേരളത്തിലെ ആഭ്യന്തരമന്ത്രി. പ്രതിപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പിന് വന്ന വീഴ്ചയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവായിട്ടുള്ള വ്യക്തി അതിനെക്കുറിച്ച് സംസാരിച്ച സമയത്ത് അദ്ദേഹം കുറച്ച് ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രി എന്താണ്? ഔ ഹ ഹോ. എനിക്ക് മനസ്സിലായില്ല എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നുള്ളത്. ആ രാഷ്ട്രീയത്തെ നമ്മൾ മനസ്സിലാക്കണം. ഇത് എന്താണെന്നറിയോ? തോറ്റവനെ സംബന്ധിച്ചിടത്തോളം, കഴിവില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം, കഴിവുകെട്ടവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും കൂടുതൽ പുറത്തു വരുന്ന ഭാവമാണ് പുച്ഛമെന്ന് പറയപ്പെടുന്നത്. അവനവനെ കൊണ്ട് സാധിക്കില്ല എങ്കിൽ അത് സാധിക്കില്ലെന്ന് പറയുകയല്ലേ ചെയ്യുക, അവർ പുച്ഛിക്കും. കേരളത്തിലെ CPM സ്വന്തം പാർട്ടി തന്നെ എടുക്കുക. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റികൾ, ജില്ലാ സമ്മേളനങ്ങൾ ഇങ്ങനെ തുരുതുര നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാം കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ആ ജില്ലാ കമ്മിറ്റികളിൽ വന്നിട്ടുള്ള വിമർശനമാർക്കെതിരെയാണ്. അവരുടെ സ്വന്തം പാർട്ടി എന്താ പറയുന്നത്? പോലീസിനെ കയറൂരി വിട്ടിരിക്കുന്നു. പോലീസിനെ കയറൂരി വിട്ടിരിക്കുകയല്ല, അതിൻ്റെ കടിഞ്ഞാണ് ഈ ബഹുമാനായിട്ടുള്ള ആളുടെ കയ്യിലില്ല. അതിങ്ങനെ അഴിഞ്ഞു ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആലങ്ങാടൻ്റെ പട്ടിജാതി ഇങ്ങനെ ആരുടെയും കടിക്കും, ആരുടെയും മെക്കെട്ട് കയറും, എന്തും ചെയ്യും. ഈ കേരളത്തിലെ ജനങ്ങൾ ജാഗ്രതയും എന്ന് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് എഴുതി വെച്ചിരിക്കുന്ന സാഹചര്യത്തിലേക്ക് കേരളത്തിലെ വ്യക്തികൾ പോകുന്നു. യുവാക്കൾ എന്ന് പറയപ്പെടുന്നത് വഴിതെറ്റിപ്പോകുന്ന പ്രവർത്തനങ്ങൾ നയിക്കുമ്പോൾ അതിൻ്റെ കച്ചവടക്കാരെ, അതിൻ്റെ കാരിയേഴ്സിനെ പിടിക്കാൻ പോലീസ് കാണുന്നില്ല, അല്ലെങ്കിൽ പോലീസും അഭ്യാസത്തിന് കൂട്ടുനിൽക്കുന്നു. എല്ലാ ക്രിമിനൽ പരിപാടികളുടെയും ഒരു തറ്റം പോയി നോക്കിക്കഴിഞ്ഞാൽ ഈ പുണ്യാളന്മാർ അതിനകത്തുണ്ടാവും. അപ്പം അതിനെ നിയന്ത്രിക്കാൻ സാധിക്കാതെ വരുന്നു. ചില വിഷയങ്ങളിൽ ഇവർക്ക് പ്രതികളെ കാണാതെ, ചില വിഷയങ്ങൾ ഇവർ നാഴികക്ക് 40 വട്ടം ഒരേ സ്ഥലത്തേക്ക് ഇവർ ടാർഗറ്റ് ചെയ്തു പോകുന്നു. ഇവരുടെ കൂടെ നടന്ന MLA അൻവർ ആണല്ലോ പറഞ്ഞത്. അതായത് ഈ ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയുള്ള ADGP MR അജിത് കുമാർ, ആ അജിത് കുമാർ ഒരു കൊലക്കേസിൽ അദ്ദേഹം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന ആരോപണം ഉന്നയിച്ചു. അതിൽ അന്വേഷണം നടത്തിയില്ല. മനസ്സിലായി. മാത്രമല്ല ഈ പൊട്ടിക്കൽ സംഘങ്ങളുമായിട്ട് ഇദ്ദേഹത്തിന് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് എന്ന് പറഞ്ഞു, അന്വേഷിച്ചില്ല. അന്നെല്ലാം ഈ ADGPയെ സംരക്ഷിക്കുന്ന ഒരു നിലപാടായിരുന്നു മുഖ്യമന്ത്രി സ്വീകരിച്ചത്. അപ്പോൾ നോക്കൂ, അത്തരം ആരോപണങ്ങളിൽ പോലും പോലീസ് ഭരിക്കുന്നവർ അല്ലെങ്കിൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നവർ ഇവരെല്ലാം ഇത്തരം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ട് പോലും വളരെ സജീവമായിട്ടുള്ള ഒരു അന്വേഷണം അല്ലെങ്കിൽ വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയിട്ടില്ലല്ലോ. അന്ന് ഏതോ അന്വേഷണ സംഘത്തെയൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. എന്തായി ഏതായി എന്ന് പോലും അറിയാത്തൊരവസ്ഥയല്ലേ ഇപ്പോൾ? അതിന് കേരളത്തിൽ ഇപ്പോൾ ഒരു പ്രത്യേക തരം ഒരു ആഘോഷം നടന്നുകൊണ്ടിരിക്കില്ലേ. കേരളത്തിൽ ഒരിക്കലും ഇപ്പോൾ CI, DYSP, SI, IG, DIG ഇങ്ങനെ ഇല്ല. കേരളത്തിൽ എല്ലാവരും SIT മെമ്പർമാരാണ്.
സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മെമ്പർമാരാണ്. കാരണം ഒരു ദിവസം 17 തവണ SIT ഉണ്ടാക്കണം. കാരണം മിനിമം 17 കാര്യങ്ങൾ ഒരു ദിവസമെങ്കിലും ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് കേരളത്തിലെ പോലീസിൽ ഈ റാങ്കിങ് എന്ന് പറയപ്പെടുന്നത് SIT ഹെഡ്, SIT മെമ്പർ, SIT സബ് എന്നൊക്കെ പറയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ സമൂഹത്തിലെ ആഭ്യന്തര വിഭാഗം മാറി. കേരളത്തിലെ പോലീസിനെ കുറിച്ച്, ഇവിടുത്തെ ADGPയെ കുറിച്ച് ഇവരുടെ വിഭാഗത്തിലെ ആളുകൾ തന്നെ സ്വർണം പൊട്ടിക്കുന്നത്, കള്ളപ്പണം പൊട്ടിക്കുന്നത്, കുഴൽപ്പണ പരിപാടികൾ, സകലവിധ കാര്യങ്ങൾ പറഞ്ഞിട്ടും അതിനന്വേഷിക്കാൻ ഇവർ തയ്യാറാകില്ല. കാരണം എന്താണ്? ആ അന്വേഷിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയോ അന്വേഷണത്തിന് തയ്യാറാവുകയോ അന്വേഷണം പുറത്തു വരികയോ ചെയ്താൽ ആ വ്യക്തി എങ്ങാനും വാ തുറന്ന കഴിഞ്ഞില്ലേ കേരളം, പ്രകമ്പനം കൊള്ളില്ലേ കേരളത്തിനകത്ത്. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ കൃത്യമായി അതിനെ സപ്രസ് ചെയ്യുന്നു. ആ രാഷ്ട്രീയത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരള ജനത ഒരു 9 വർഷമായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദയനീയത, ഭയപ്പാടോടുകൂടി ഉറങ്ങാനാവുന്നില്ല, ഉണ്ണാനാവുന്നില്ല, നിൽക്കാനാകുന്നില്ല, നടക്കാനാകുന്നില്ല, സാധാരണക്കാരന് ജീവിക്കാൻ, ഭയപ്പാടില്ലാതെ ജീവിക്കാൻ ഈ മണ്ണിൽ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നാഴിക്ക് 40 വട്ടം ഗോവിന്ദൻ പറയുന്നത് പോലെ ഉണ്ണിയപ്പം കൊണ്ട് വിൽക്കാൻ സാധിക്കില്ല. അമൂർത്തമായതിന്റെ മൂർത്തമായ ഉത്തരത്തിന് അമൂർത്തമായ ചോദ്യങ്ങൾ ചോദിച്ചാൽ മൂർത്തമായ തീരുമാനം ഉണ്ടാകുമെന്ന് പറഞ്ഞാലും കാര്യമില്ല. നിങ്ങളായ നിങ്ങളല്ല ഞാനെന്നും ഞാനായ ഞാനല്ല നിങ്ങളെന്നും ഒരു ന്യായം പറഞ്ഞാലും അത് കൃത്യമാകില്ല. ഗോവിന്ദന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിണറായി വിജയൻ നയിക്കുന്ന കേരളത്തിന്റെ സർക്കാർ പരാജിതമാണ് എന്ന് മാത്രമല്ല, ഈ നാടിന്റെ ഒരു ദുരന്തവുമാണ്, ഈ നാടിന്റെ ഒരു ദോഷവുമാണ്. ഈ നാടിന് ആപൽക്കരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രം ചെയ്യുന്നവരെ സംരക്ഷിക്കുന്ന ഒരു വൃത്തികെട്ട വർഗത്തിന്റെ ഒരു കൂട്ടായ്മയായി അത് പരിണമിക്കുന്നു എന്നുള്ളത് കാണുമ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഇതൊന്ന് തീർക്കാൻ എത്ര കാലം വേണം? ജനാധിപത്യ കേരളം കാത്തിരിക്കുന്നു ഈ 2026 വരെ. അതുവരെ എന്തെല്ലാം ഭീകരത നമ്മൾ കാണേണ്ടി വരും, ഏതെല്ലാം സ്ഥലങ്ങൾ നമ്മൾ ഭയപ്പാടോടുകൂടി കാണേണ്ടി വരും, എത്ര പേർ ഇനിയും നമ്മളെ വിട്ട് ഈ നരാധമ കൂട്ടക്കൊലകളും മറ്റു കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും ഇവിടെ ഉണ്ടായേക്കാം. ഒരു പോലീസും അതിനെ എതിരായി പ്രവർത്തിക്കില്ല. അവർ അത് കഴിഞ്ഞാൽ ഓടി വരും, അറസ്റ്റ് ചെയ്ത് ഇങ്ങനെ ചിക്കൻ കറിയും വെള്ളയപ്പവും മേടിച്ചു കൊടുക്കാൻ ഓർക്ക്. അതിന് പറ്റിയ ടീമാ. അത് മാത്രമേ ഇവിടെ നടക്കുള്ളൂ. എന്തായാലും 1.5 വർഷമെങ്കിലും പ്രാർത്ഥിച്ചു തൊഴുത് ഇവർക്ക് നടക്കുക. നമ്മുടെ സ്വയം രക്ഷ നമ്മൾ സ്വയം തീരുമാനിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ട് ഈ ബഹുമാനിനൊന്നും ഇവിടുന്ന് ഇറങ്ങി പോകുന്നത് വരെ ക്ഷമിക്കാനല്ലേ സാധിക്കുള്ളൂ. ഓക്കെ, പോലീസ് ഏതാണ് ഗുണ്ട ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. പാണ്ഡ്യാല ഷാജി, പാർട്ടി സമ്മേളനങ്ങളിൽ ഇതുപോലെ ആഭ്യന്തര വകുപ്പ് ആക്രമിക്കപ്പെട്ട ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ? അല്ലെ, ഒരുവിധം എല്ലാ ജില്ലാ സമ്മേളനങ്ങളിലും ആഭ്യന്തര വകുപ്പ് പൂർണ്ണ പരാജയമാണ്. മുഖ്യമന്ത്രിയെ പ്രത്യക്ഷത്തിൽ വിമർശിച്ചോ എന്നൊന്നും അറിയില്ല. അങ്ങനെ വിമർശിച്ചാൽ എന്തായിരിക്കും ഫലം എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എങ്കിലും ആഭ്യന്തര വകുപ്പിനെ വിമർശിക്കാത്ത ഒരു സമ്മേളനം പോലും ഉണ്ടായിട്ടില്ലല്ലോ. എന്നിട്ട് പോലും ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാത്തത് എന്ത് കൊണ്ടാണ്? താങ്കൾ നേരത്തെ തന്നെ പറഞ്ഞു, ഒരു നാഥനില്ലാത്ത ഒരവസ്ഥ. മാത്രമല്ല, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളുടെ സ്വഭാവം എന്താണെന്ന് നമുക്കറിയാം. അതുപോലെയല്ലേ ആ വകുപ്പിൽ പ്രവർത്തിക്കുന്നവർക്കും ഉണ്ടാവും. ശരിയാണ്, സ്വാഭാവികമായിട്ട് അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ എങ്കിലും ഈ പാർട്ടി സമ്മേളനങ്ങൾ ഇത്രയധികം വിമർശനം നേരിട്ടിട്ടും അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഈ അംഗങ്ങൾക്ക് വേണ്ട എന്നുള്ളതാണോ? അതോ ഇങ്ങനെയൊക്കെ ഞങ്ങൾ പോവുള്ളൂ, ഇങ്ങനെയൊക്കെ ഞാൻ പ്രവർത്തിക്കൂ എന്ന ആ ധാർഷ്ട്യം ഒരുപക്ഷെ ആ സമ്മേളനങ്ങളിൽ ഒരുപക്ഷെ അങ്ങനെ തുറന്നു പറഞ്ഞിട്ടുണ്ടാവുമോ? അല്ല, അത് മാത്രമാണ് അതിലെ വസ്തുത. ഒറ്റ സിമ്പിളായ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ഇയാൾ പങ്കെടുത്തിട്ടുള്ള പാർട്ടി ജില്ലാ സമ്മേളനങ്ങളുണ്ട്. ഇയാൾ പങ്കെടുക്കാത്ത പിന്നെ വേണമെങ്കിലും എന്ത് ചെയ്യാന്ന് വെച്ചാൽ ബ്രാഞ്ച് സമ്മേളനത്തിന് പങ്കെടുക്കാം. അതായത് പാർട്ടി ഭരണഘടനപ്രകാരങ്ങൾ പങ്കെടുക്കാവുന്നതാണ്. ഒരൊറ്റ ബ്രാഞ്ച് സമ്മേളനത്തിന് ഇയാൾ പിന്നെ ശ്രോതാവായി പോലും ഇയാൾ പോവില്ല. എന്താ കാര്യം എന്നറിയോ? തെറിയുടെ അഭിഷേകമായിരിക്കും ഇയാൾ വായിക്കാൻ പോകുന്നത്. പക്ഷെ അവിടുന്ന് തൊട്ട് മുകളിലോട്ടേക്ക് വരുമ്പോഴെന്താ പറഞ്ഞാൽ ഈ ബ്രാഞ്ച് സമ്മേളനത്തിനകത്ത് പിന്നെ ഇവർക്ക് പറ്റാവുന്നവരെ മാത്രമേ എന്താവുന്നവരോ ലോക്കൽ സമ്മേളനത്തിലേക്ക് പ്രതിനിധിയാക്കൂ. ഈ പ്രതിനിധി സമ്മേളനം തൊട്ട് തുടങ്ങുന്ന സംഭവം എന്താണെന്ന് പറഞ്ഞാൽ അതിനകത്ത് അത് മുഴുവൻ തന്നെ ഇവരുടെ സിൽബന്ധികളുടെ ആളുകളെ മാത്രമേ ആ ലെയറിനകത്ത് വേണ്ടി കൊണ്ടുവരും. അത് കഴിഞ്ഞ് ഏരിയ സമ്മേളനം, പിന്നീട് വരുന്ന DC സമ്മേളനം. പക്ഷെ എന്നിട്ട് പോലും ഈ DC സമ്മേളനത്തിന് വിമർശനം ഉണ്ടാകുമെന്ന് തോന്നിയിരിക്കുന്ന ഘട്ടത്തിലാണ് അവിടെ ഇയാൾ നേരിട്ട് പങ്കെടുക്കുകയാണ്. ഇപ്പൊ കണ്ണൂർ ജില്ലാ സമ്മേളനം നടന്നു. 3 ദിവസമാണ് ഈ മനുഷ്യൻ കുത്തിയിരുന്നത്.
എന്തൊരാവശ്യത്തിനാണ് ഇയാൾ കുത്തിയിരുന്നത് അവിടെ? 3 ദിവസം കുത്തിയിരുന്നതിന്റെ പ്രധാനപ്പെട്ടിരിക്കുന്ന കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആ സമ്മേളനത്തിനകത്ത് തനിക്കെതിരെ വരാവുന്ന ഒരു തരത്തിലുള്ള വിമർശനവും ഉണ്ടാവാൻ പാടില്ല എന്ന് പറയാവുന്ന ഒരു പൂർണ്ണമായ ഒരു ഉറപ്പ് അയാൾ വരുത്തുന്നതിനാണ്. ഈ വരുത്തുക എന്ന് പറയുന്നതിന് അർത്ഥം എന്താണത്? ഈ പാർട്ടിയെ എന്റെ കൈപ്പിടിയിലേക്ക് ഞാൻ പൂർണ്ണമായി ഒതുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. നിസ്സഹായമായ ഒരു അവസ്ഥ ഞാനും കൂടി പറയാം. ഈ എല്ലാ ജില്ലാ സമ്മേളനങ്ങളും നടന്നു. ഇപ്പോൾ BJPയുടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന അദ്ദേഹം പറഞ്ഞ എല്ലാ ജില്ലാ സമ്മേളനങ്ങളും കഴിഞ്ഞു. ഈ ജില്ലാ സമ്മേളനം കഴിഞ്ഞു വരുമ്പോൾ നെറ്റ് റിസൾട്ട് എന്താണ്? റിസൾട്ട് എന്താണ്? ഈ പാർട്ടിക്ക് അയാൾക്ക് വേണ്ടുന്ന ആളുകളെ മാത്രമാണ് അയാൾ ജില്ലാ സെക്രട്ടറി ആക്കിയത്. ഇപ്പൊ പുത്തനായി പിന്നെ തൃശ്ശൂരിൽ ഒരു പുതിയ ജില്ലാ സെക്രട്ടറി വന്നു, കാസർഗോഡ് ഒരു പുതിയ ജില്ലാ സെക്രട്ടറി വന്നു, വയനാട്ടിൽ ഒരു പുതിയ ജില്ലാ സെക്രട്ടറി വന്നു, കോഴിക്കോട് ഒരു പുതിയ ജില്ലാ സെക്രട്ടറി വന്നു. ഈ 4 ജില്ലാ സെക്രട്ടറിമാർക്കും നിർഭാഗ്യവശാൽ ഞാൻ പറയാണ്, അയാൾക്കൊന്നും അനങ്ങാൻ കഴിയുന്ന ഒരു സംഭവം ഉണ്ടാവില്ല. കാരണം അതിനെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഇയാളാണ്. പാർട്ടി എന്ന് പറയുന്ന ഒരു സംഘടനാ രൂപത്തെ ആടെ നിലനിർത്തിക്കൊണ്ട് അതിന്റെ എല്ലാവിധ പാർട്ടിയുടെ പിന്നെ എന്താ പറയാ പിന്നെ ചേതനയും പൂർണ്ണമായും സക്ക് ചെയ്തെടുത്ത്, ഞാനിന്ന് വേറൊരു സ്ഥലത്ത് പറഞ്ഞാണ്, കരിമ്പിൻ ചണ്ടി പോലെയാക്കി പാർട്ടിയെ സംഘടനയെ അയാൾ പിന്നെ നശിപ്പിച്ചു എന്നതാണ് ഇയാൾക്കെതിരെ ഏറ്റവും ഗുരുതരമായ കുറ്റാരോപണം. എല്ലാ സ്ഥലത്ത് പോറ്റും ഇയാൾ പറയുന്ന നുണയാണ് നമ്മൾ കേൾക്കേണ്ടത് എന്നുള്ളതാണ്. ഒരു വികാരവുമില്ലാതെ മുഖത്ത് നിങ്ങൾ നോക്കൂ, ഒരാൾ സംസാരിക്കുമ്പോൾ അയാളുടെ മുഖത്ത് വരുന്ന ഭാവങ്ങൾ ഉണ്ടാവില്ലേ? ഈ മനുഷ്യന്റെ മുഖത്ത് എന്ത് ഭാവമാണുള്ളത്? നിർവികാരതയാണുള്ളത്. ഈ നിർവികാരത എന്ന് പറഞ്ഞാൽ ഒടുങ്ങാത്ത പകയും വെറുപ്പും പുച്ഛവും പരിഹാസവും മാത്രമാണ് ഇയാളുടെ മുഖത്തിന്റെ മുഖമുദ്ര. ആ മുഖമുദ്രയിൽ നിന്ന് വരുന്നതിന്റെ ഭാഗമായാണ് ഇപ്പൊ ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. നേരത്തെ ഒരു BJPയുടെ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്നാണ്. അതുപോലെ തന്നെ മറ്റേ അദ്ദേഹത്തിന്റെ പേരെന്നോട് വിട്ടുപോയി. അദ്ദേഹം ചോദിച്ചു എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല. നമ്മൾ തിരിച്ചറിയുന്ന കാരണം നടപടി എടുക്കാൻ മാത്രമുള്ള മാനസികാവസ്ഥയുണ്ടെങ്കിൽ ആദ്യം ഇയാൾ പാർട്ടി നടപടി എടുക്കേണ്ടത് ആർക്കെതിരായിട്ടാണ്? P ശശിക്കെതിരെ അതിനുള്ള ആദ്യം ചവിട്ടി പുറത്താക്കണ്ടേ. അയാൾ ഇപ്പോഴും അവിടെ ഏറ്റവും ഗംഭീരമായി അയാൾ അവിടെ ഇരുത്തിയിരിക്കുന്നു എന്നാണ്. അതിനർത്ഥം എന്താണ്? ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ. ഈ തരത്തിലുള്ള തെമ്മാടികളെ മുഴുവൻ തന്നെ, അധാർമിക പ്രവൃത്തികൾ ചെയ്യുന്നവരെ മുഴുവൻ തന്നെ സംരക്ഷിക്കുന്നതിന് ഏറ്റവും വലിയ സംരക്ഷകരാണ് ഇയാൾ. ഈ സംരക്ഷണ ബോധമാർക്കുണ്ട്. ഇതിനകത്ത് ക്രൈം ചെയ്യുന്ന സകലമാന വൃത്തികെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുമുണ്ട്. ആ ഉണ്ട് എന്നുള്ളതിന്റെ അധികാരപത്രമാണ് അവരെന്ത് ചെയ്യുന്നത്. എന്ത് ചെയ്താലും ആരുണ്ടടാ എന്നോട് ചോദിക്കാന്ന് പറയുന്നത്. ഇവിടെയാണ് ഈ പഴയങ്ങാടി വെച്ചിട്ടാണ് ഇയാളുടെ മുടിഞ്ഞ യാത്രയില്ലേ, മറ്റേ നവകേരള യാത്ര, ആ നവകേരള ചെടിച്ചട്ടി കൊണ്ട് അടിച്ചപ്പോ ഈ മനുഷ്യൻ ഉളുപ്പില്ലാതെ പറഞ്ഞിരിക്കുന്ന ഒരു കമന്റ് ഇല്ലേ, അതൊരു ജീവൻ രക്ഷാ പ്രവർത്തനമായിരുന്നു എന്ന് അല്ലേ? സത്യത്തിൽ എന്താ പറയുക, ഈ കേരളത്തിലെ കോടതികൾ എന്ത് ചെയ്യണം? ഈ മനുഷ്യനെ സ്വമേധയാകെ എതിർക്കേണ്ടതാണ്. കാരണം ഇയാൾ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. അത് മാത്രവുമല്ല, കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമാണത്. ഇത്ര ഉത്തരവാദപ്പെട്ട തസ്തികയിൽ ഇത്ര ആഭാസകരമായ ഒരു പ്രസ്താവന നടത്തിയിട്ട് പോലും കോടതി സ്വമേധയാ കേസെടുത്തില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഏത് നീതിന്യായ വ്യവസ്ഥയാണ് ഈ കേരളത്തിലെ പൗരന്മാർ പ്രതീക്ഷിക്കേണ്ടത്? പിന്നെ ആരെ പ്രതീക്ഷിക്കണം നമ്മൾ? ഇവിടെയാണ് ഇയാൾ എന്നിട്ട് എന്ത് ചെയ്യാണ്? ഇയാൾ ബലദേവനെ പൊട്ടാൾ വേണമെങ്കിൽ പറഞ്ഞേക്കാം എന്റെ ദേഷ്യമാണ്. ഒരു ദേഷ്യമല്ല ബലദേവേ, അതിന്റെ കാര്യമില്ല, ഒരു കാര്യമില്ല. ഒരു പൊതുസമൂഹത്തിനകത്തുള്ള മുഴുവൻ ധാർമ്മികതയും ചവിട്ടി വലിക്കുക, എന്നിട്ടോ നിങ്ങളുടെ എല്ലാവരെയും പരിഹസിക്കുക. ഇത് ഇവിടെ നോക്കൂ, ഈ നിയമസഭക്കകത്ത് ഇയാൾ ഇന്ന് കാണിച്ചിരിക്കുന്ന ആംഗ്യങ്ങളില്ലേ, വിക്ഷേപങ്ങൾ, ഈ ആംഗ്യ വിക്ഷേപത്തിന് മുമ്പ് നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു സംഭവമുണ്ട്. ഇയാളെ അടിയന്തരാവസ്ഥ കാലത്ത് ബേദ്യം ചെയ്തു എന്ന് പറഞ്ഞ വലിയ പീഡനത്തിന്റെ കഥ പറഞ്ഞില്ല. ആ പീഡനത്തിന്റെ കഥ അതിൻ്റെ അകത്ത് പറഞ്ഞാൽ അതിന്റെ കഥ കൃത്യമായിട്ട് അറിയുന്ന ആളാണ്. ഇയാൾ മർദ്ദനം പറ്റിയിരിക്കുന്ന ആളെ നേരിട്ട് കേട്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അതുപോലെ അതിന്റെ കഥയല്ല ഞാൻ പറയുന്നത്. ഈ മനുഷ്യനാണ് കേരളത്തിലെ നിയമസഭക്ക് അത് ചെരുപ്പറിഞ്ഞത് അല്ലേ? ആരെ? ബഹുമാനപ്പെട്ടിരിക്കുന്ന ആര്? ശ്രീ അച്യുതമേനോന്റെ മുഖത്ത് നോക്കി ചെരുപ്പറിഞ്ഞിരിക്കുന്ന ആളാണ് ഇയാൾ, ഈ കേരളത്തിലെ മുഖ്യമന്ത്രി. ഏതെങ്കിലും ഒരാൾ കേരളത്തിനകത്ത് ഇത്രയും ആഭാസകരമായ സാധനം ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ അയാളിൽ എന്ത് നീതിയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? എന്ത് ജനാധിപത്യ ബോധമാണ് അയാൾക്കുള്ളത്? എന്താണുള്ളത് അയാൾക്ക്? അവിടെ നിന്ന് തൊട്ട് ഇങ്ങോട്ട് തുടങ്ങുകയാണ്. അയാൾക്ക് വിമർശിക്കാണെങ്കിൽ അയാൾ ഉപയോഗിക്കുന്ന ഭാഷ നോക്കൂ. ഒരു മനുഷ്യൻ കൾച്ചേർഡ് ആവുന്നത് എവിടെ വെച്ചാണ് സാർ? കൾച്ചേർഡ് ആണെന്ന് പറയുന്നത് അയാൾ ഉപയോഗിക്കുന്ന ഭാഷയിൽ നിന്നാണ് അല്ലേ? ഇത്ര അൺകൾച്ചേർഡ് ആയിരിക്കും, ഇത്ര അൺപാർലമെന്ററി ആയ, ഇത്ര ഓക്വേർഡ് ആയിരിക്കുന്ന ഒരു ഭാഷ ഉപയോഗിച്ച ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയെ നിങ്ങൾ ഈ കേരളത്തിനകത്ത് ഇന്നേ വരെ കണ്ടിട്ടുണ്ടോ? എന്നിട്ടോ 118, 119 ഈ നിയമസഭക്കകത്ത് ഭൂരിപക്ഷത്തിന്റെ പിൻബലം ഉണ്ട് എന്ന ഒരൊറ്റ സംഭവത്തിന് വരെ കൈമുട്ടി കൊടുക്കാനും ഓശാരം പാടാനും വന്നിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും പാർട്ടിയുടെയും MLA-മാർ സത്യത്തിൽ നാടിക്കെട്ടുള്ളവല്ലോ അല്ലേ? പാർട്ടിയോട് വിധേയത്വം ഉണ്ടാവാം, കൂറുണ്ടാവാം, അതുണ്ടാവണം. പക്ഷേ ഒരാളോട് അടിമയെ പോലെ വിധേയത്വം കാണിക്കുന്നത് എന്താണെന്നറിയോ? ഷണ്ഡത്വമാണത്, നട്ടലില്ലായ്മയാണത്. ഈ നട്ടലില്ലായ്മയാണ് ഈ ജനാധിപത്യത്തെ ഇത്ര ആഭാസകരമായി നശിപ്പിച്ചു കളഞ്ഞത്. ഒരാൾക്കൊരു അക്ഷരം മിണ്ടാൻ കഴിയില്ല.
മലമടിച്ചു ഒഴിക്കുന്ന സ്വപ്ന സുരേഷില്ലേ ഇവിടെ? ഈ സ്വപ്ന സുരേഷിന്റെ മുഖത്ത് നോക്കിയിട്ടല്ലേ ഇയാൾ പറഞ്ഞത് എനിക്ക് അവരെ അറിയില്ല? ഈ കളവ് പറയുമ്പോ ആ കളവ് കേരളത്തെ പുതിയ വിശ്വസിക്കുകയാണ് ചെയ്തത്. അതിന് ചെയ്തതല്ല, കേരളത്തിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ഇയാളുടെ ശ്രേണീബദ്ധമായ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. അവർക്കെല്ലാം തന്നെ വേണ്ടുന്ന കാര്യങ്ങൾ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ തനിക്ക് വേണ്ടുന്നവരെ ഉപയോഗിക്കാൻ അവന്റെ ദൗർബല്യം എന്ത് അത് തിരിച്ചറിയുക, അത് ഫീഡ് ചെയ്ത് കൊടുക്കുക. ഈ ഫീഡ് ചെയ്ത് കൊടുക്കുന്ന ഒന്നൊന്നര ബ്രോക്കർ, ആ ബ്രോക്കറും ആഭാസനുമാണ് വാസ്തവത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി. അതിന്റെ പരിണതി ഈ 14 ജില്ലാ സമ്മേളനങ്ങൾ സമാപിച്ചു. പിന്നെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്ന ഒറ്റയൊന്നു മാത്രമാണ്, ഈ എസ്പെന്മാർ എല്ലാം കൂടിയിട്ട് അതിനകത്തൊരു പ്രഖ്യാപനം നടത്തും. എന്താ പ്രഖ്യാപനം നടത്തുക എന്ന് പറയുന്നത്? ഇപ്പൊ നിങ്ങൾ എഴുതി വെച്ചോ, അതിന് നടത്താൻ പോകുന്ന പ്രഖ്യാപനം എന്താന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം ഇല്ലെങ്കിൽ ഈ പാർട്ടിക്ക് ആയുസ് ഉണ്ടാവില്ല, ഈ പാർട്ടിയെ നയിക്കാൻ മറ്റൊരു നേതാവുമില്ല. അതുകൊണ്ട് പാർട്ടി സെൻട്രൽ കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം? ഇയാൾക്ക് വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും മുഖ്യമന്ത്രിയാവാനുമുള്ള എക്സ്റ്റൻഷൻ കൊടുക്കണമെന്ന് ഇവർ പ്രമേയം പാസാക്കും. ആ പ്രമേയം പാസാക്കുമ്പോൾ സെൻട്രൽ കമ്മിറ്റി വാവിടർന്നിരിക്കും. കാരണം ഈ സെൻട്രൽ കമ്മിറ്റി ഒരു വസ്തുവിന് കൊള്ളാത്ത സെൻട്രൽ കമ്മിറ്റിയാക്കി മാറ്റിയെന്നതുകൊണ്ടാണ് ഈ സ്വകാര്യ സർവകലാശാല അതെ നേരത്തെ ചോദിച്ചത്, ഏത് കമ്മിറ്റി ചർച്ച ചെയ്ത് കൊണ്ടുവന്നു? ആരോട് യോജിച്ചിട്ട് കൊണ്ടുവന്നു? പാർട്ടിയുടെ അഖിലേന്ത്യാ തീരുമാനത്തിന്റെ ഭാഗമാണോ? അഖിലേന്ത്യാ കമ്മിറ്റി അംഗീകരിച്ചിട്ടുണ്ടോ? ഇയാൾക്ക് പ്രഖ്യാപിക്കുകയാണ്. ഈ പ്രഖ്യാപിക്കുമ്പോൾ എന്താ വരുക? ഇത് മുഴുവൻ തന്നെ എന്താവുന്നറിയോ? ഈ കേരളത്തിലെമ്പാടുമുള്ള സർക്കാരിന്റെ കീഴിലുണ്ടായിരിക്കുന്ന മുഴുവൻ യൂണിവേഴ്സിറ്റികളും വരാൻ പോകുന്നത് ഡംപിംഗ് യാർഡ് മാത്രമായിട്ട് മാറും. വിവരവും പഠിക്കാൻ താല്പര്യമുള്ള മുഴുവൻ കുട്ടികളും അവിടത്തേക്ക് പോകുന്നറിയോ? സാമാന്യം തെറ്റില്ല സാമ്പത്തിക കുട്ടികൾ മുഴുവൻ തന്നെ സ്വകാര്യ സർവകലാശാലയിലേക്ക് പോവുകയും ആ കുട്ടികളെല്ലാം തന്നെ ബിരുദവും ബിരുദാനന്തര ബിരുദവും ജോലി നേടിയിട്ട് പോകുമ്പോൾ ഇതിനകത്ത് ഡിവൈഎഫ്ഐക്കകത്ത് SFIക്ക് പോലും ജാഥ വിളിക്കാൻ പോലും കൊള്ളാത്ത കാട്ടാസുകൾ മാത്രമായി ഇവിടെ പഠിക്കുന്ന കുട്ടികൾ മാറ്റാൻ പോവുകയാണ്. ഇതാണ് ഈ കേരളീയ വിദ്യാഭ്യാസ മേഖലയിൽ ഇയാൾ ചെയ്തു വെച്ചിരിക്കുന്ന ഏറ്റവും ദുരന്തപൂർണമായിരിക്കുന്ന അധ്യായം. ഇങ്ങനെയെല്ലാം നശിപ്പിച്ചു വെച്ചിരിക്കുന്നത് കേരളത്തിനകത്ത്. ഞാൻ വേറെ ഒന്നുകൂടി ചോദിക്കാം, ഈ പിണറായിയിൽ ഇയാൾ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ആളല്ലേ കരുൺ മാസ്റ്റർ? ഇയാൾ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ കരുൺ മാഷ്? എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? അതിന് ഉത്തരം പറഞ്ഞത് ആരാണ്? ഇദ്ദേഹമാണ് പറഞ്ഞത്. പാർട്ടി അന്വേഷിച്ചിരിക്കുന്നു. ഏത് പാർട്ടി അന്വേഷിച്ചു? അതുകൊണ്ട് അതിനോട് ഫർദർ എൻക്വയറി വേണ്ട. നിലവിളിച്ചിരിക്കുന്ന കുട്ടികൾ, അദ്ദേഹത്തിന്റെ കുട്ടികളല്ല, അദ്ദേഹത്തിന്റെ സഹോദരിയുടെ മക്കൾ പുട്ടളവായി എന്നാണ് പറഞ്ഞത്. ഇവിടെ കരയാനുള്ള അവകാശം കൊടുക്കണ്ടേ? ഇല്ലേ, കരയാനുള്ള അവകാശം കൊടുക്കണ്ടേ? കരുണ മാസ്റ്ററുടെ മൃതദേഹം കിടന്നത് അല്ലേ പണ്ഡ്യാല ഷാജി? അതെ എന്നിട്ട് പറഞ്ഞ ന്യായം എന്താണ്? അദ്ദേഹം നടക്കാൻ പോവുകയാണ്. ഇതേപോലെയാണ് മുറി ആർന്നു പോയത്. നവീൻ ബാബുവിന്റെ മുറിയും തുറന്നിട്ടാണ് ഉണ്ടായത് അല്ലേ? അത് അടഞ്ഞു കിടന്നിട്ടാണ്. ഇങ്ങനെ വരുന്ന കോയിൻസിഡൻസ് ഉണ്ടാകുമ്പോ ഇതിന്റെ എല്ലാ പിറകിൽ വരുന്ന ഒരു ദുരൂഹമായിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ദുരൂഹമായ ശക്തി ഈ ഫ്രാങ്കൻസ്റ്റൈൻ ആയിരിക്കുന്ന ഇയാളാണ്. അതുകൊണ്ട് വാസ്തവത്തിൽ ഇത്രമാത്രം രോഗാതുരമായ, ഇത്രമാത്രം വിരൂപനായ, ചിന്തയിൽ വിരൂപനായിരിക്കുന്ന ഒരു കേരളം ഭരിക്കുക എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യത്തെ മുച്ചൂടും നശിപ്പിക്കുന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിന് എതിരായി വരേണ്ടത് വാസ്തവത്തിൽ ജനാധിപത്യപരമായ വലിയ ചെറുത്തുനിൽപ്പുകളും പ്രക്ഷോഭങ്ങളുമാണ്. അതാണ് ഉണ്ടാവേണ്ടത്. അത് 2026 ഉണ്ടാവണമേ എന്ന് നമുക്ക് ആശിക്കാം. പക്ഷേ ഇയാൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയ എന്താ പറയാ ഒരു വിഷ്യ സർക്കിൾ ഉണ്ട്. ആ സർക്കിളിന് അത് ഭേദിക്കുക അത്ര എളുപ്പമല്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. മറിയക്കുട്ടി ചേച്ചിയെ പോലുള്ള 100 കണക്കിന് ആളുകൾ അവരുടെ പ്രതിഷേധം വരികയാണ് എങ്കിൽ ഒപ്പം തന്നെ ഒറ്റൊരു കാര്യം കൂടി, ബ്രാഞ്ച് സമ്മേളനത്തിൽ ഇയാൾക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള അതിനിശ്ചിതമായിരിക്കുന്ന വിമർശനമുണ്ട്. ആ വിമർശനത്തിന്റെ ഭാഗമായി വരാവുന്ന ഒരു വോട്ടിംഗ് പാറ്റേൺ രൂപപ്പെടുകയാണെങ്കിൽ ഇയാളുടെ സമസ്ത സ്വപ്നവും ഈ കുടില സ്ഥാപനം ഡീപ് സ്റ്റേറ്റിന്റെ നിർമ്മിതി അവിടെ വെച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്നാണ് മിസ്റ്റർ നമ്പ്യാർ ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. ഓക്കെ, അടുത്ത ബലദേവ, ഈ പിണറായിയുടെ ഭീരുത്വത്തെക്കുറിച്ച് ബെർലിൻ കുഞ്ഞനന്ദൻ നായർ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി പോലീസിനെ ഭയന്നിട്ടാണോ ഇദ്ദേഹം അവരെ സംരക്ഷിക്കുന്നത്? ഇത്രയും വൃത്തികേടുകൾ കാണിച്ച് കൂട്ടിയിട്ടും. കാരണം പോലീസില്ലാതെ അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പരാമർശം അത് നെഗറ്റീവായി കഴിഞ്ഞാൽ ഇനി നാളെ ഇവരിൽ നിന്ന് പണി കിട്ടുമോ എന്നുള്ള പേടി കൊണ്ടാണോ പിണറായി അങ്ങനെ പറഞ്ഞത്? ആ നിസ്സഹായാവസ്ഥയിൽ നിന്നാണോ ഇങ്ങനെയുള്ള പരാമർശങ്ങൾ ഉണ്ടായത്? ഞാൻ അതിലേക്ക് വരാതിന് വരുമ്പ് ബഹുമാനപ്പെട്ട ഉല്ലാസ് ബാബു പറഞ്ഞ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരാം. അദ്ദേഹം പറഞ്ഞ ചില കണക്കുകൾ ശരിയാണ്. കേരളത്തിൽ നടന്ന കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും ഒക്കെ ആർക്കും നമുക്ക് വിവരാവകാശം അനുസരിച്ചോ അല്ലെങ്കിൽ നമുക്ക് മൊബൈലിലോ യൂട്യൂബ് വഴി സെർച്ച് ചെയ്യാനോ കിട്ടുകയാണ്.
പക്ഷെ ഞാൻ ഈ സമയത്ത് മറ്റൊരു കാര്യം സെർച്ച് ചെയ്യായിരുന്നു. നിങ്ങൾക്ക് 4 പേർക്കും, ഇപ്പൊ ഇരിക്കുന്ന 4 പേർക്ക്, എന്നെ കേൾക്കുന്നവർക്കും മൊബൈൽ എടുത്ത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ 2024 വരെ കണക്ക് 2 കണക്കുകൾ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. അതിൽ പെർ ക്യാപിറ്റ ക്രൈം റേറ്റ് എന്ന് പറഞ്ഞ് നടന്നിരുന്ന ക്രൈം റേറ്റ് ഏറ്റവും കൂടുതൽ UP-യിലാണ് 7.4, 2ാം സ്ഥാനം അരുണാചൽ പ്രദേശ് 5.8, 10ാം സ്ഥാനത്ത് ആന്ധ്രാപ്രദേശ്. UP ഏറ്റവും എവിടെ ലാസ്റ്റ് നിൽക്കുന്നു? കേരളം എവിടെ നിൽക്കുന്നു? ഞാൻ സംസ്ഥാനം പറയട്ടെ വലിപ്പം അനുസരിച്ചല്ല ക്രൈം കൂടും. അപ്പൊ 7.4, അപ്പൊ കേരളത്തിൽ 10 കടന്നാൽ അവിടെ ജനസംഖ്യ. ജനസംഖ്യക്ക് അനുസരിച്ച് പെർസെന്റേജ് നമ്പ്യാരെ ഞാനീ കമ്പാരിസണിൽ കാര്യമുണ്ടോ? പെർസെന്റേജ് നമ്പ്യാരെ പറയുന്നത് 100 പേര് ഇരുന്നാലും 1000 പേര് ഇരുന്നാലും പെർസെന്റേജ് 100ൽ ഇത്ര എന്നാ. അങ്ങനെ അതെല്ലാം പെർസെന്റേജ് നമ്പ്യാരെ ഞാൻ കണക്ക് പഠിപ്പിക്കണം. ഏറ്റവും കുറവ് നാഗാലാൻഡിലാണ്. അപ്പൊ ഇന്ത്യയിൽ നടന്ന ക്രൈമിൽ, മൊത്തം ക്രൈമിൽ 7.4% നടന്നിരിക്കുന്നത് 1ാം സ്ഥാനം UP, 2ാം സ്ഥാനം അരുണാചൽ പ്രദേശ്. രണ്ടാമത്തെ കണക്ക് 2024 സെപ്റ്റംബർ മാസം 23 വിട്ടിരിക്കുന്ന SC/ST അട്രോസിറ്റീസ്. ഇന്ത്യയിൽ മൊത്തത്തിൽ നടന്നത് 51,656 അതിന്റെ 23.78% ആണ് ഞാൻ പറയുന്നത്. 12,287 നടന്നത് UP-യിലാണ്. 2ാം സ്ഥാനം രാജസ്ഥാനിൽ 16.75, 8,651 ക്രൈം. മധ്യപ്രദേശിൽ 14.47, 7,732. ഇത് 3ഉം ഭരിക്കുന്നത് BJP-യാണ്. ഞാനീ പറഞ്ഞത് കളവാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിരിക്കുന്ന മൊബൈലിനകത്ത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അടിച്ചു നോക്കിയാൽ മതി. ക്രൈം റേറ്റ് SC/ST ഞാനിത് പറഞ്ഞത് ഇതിനകത്തെല്ലാം 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് BJP ഭരിക്കുന്ന 1, 2, 3 സ്ഥലങ്ങളിലൊക്കെ നിൽക്കുന്നത് BJP. അത് എണ്ണമല്ല, പെർസെന്റേജ് ആണ്. അപ്പൊ ജനം കൂടിയാലും കുറഞ്ഞാലും പെർസെന്റേജ്. കേരളത്തിൽ 3 കോടിയാണെങ്കിൽ 21 വന്നാൽ അത് 25 കോടിയാണെങ്കിൽ പ്രബുദ്ധമാണല്ലോ. കേരളം പ്രബുദ്ധമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള, വിദ്യാഭ്യാസം ഉള്ളവരാണ്, അവരുടെ എണ്ണം കൂടുതലാണ്. ഞാനിത് പറയേണ്ടത് എന്നെ ഇന്റർഫിയർ. അപ്പൊ ഞാൻ പറഞ്ഞത് കേരളത്തിലെ പെർസെന്റേജ് അദ്ദേഹം പറഞ്ഞ കറക്റ്റാണ്, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് കീഴിലുള്ള NCRB വിട്ട കണക്കനുസരിച്ച് കേരളത്തിൽ ക്രൈമിന്റെ കാര്യത്തിൽ 18ാമത് സ്ഥാനം. ഏറ്റവും പുറകിലെന്ന് ഞാൻ പറയുന്നില്ല, 18ാമത് സ്ഥാനമാണ് ഏറ്റവും പുറകിൽ. നാഗാലാൻഡാണ് ഏറ്റവും കുറച്ച് ക്രൈം ഇന്ത്യയിൽ നടക്കുന്ന സംസ്ഥാനം. പിന്നെ 2018 ജനുവരി മാസവും ജമ്മു ആൻഡ് കാശ്മീരിൽ ഒരു നാടോടി പെൺകുട്ടിയെ ക്ഷേത്രത്തിനകത്തിട്ട് ബലാത്സംഗം ചെയ്തതിനകത്ത് 3 പോലീസുകാർ പ്രതികളായിരുന്നു. അവരെ ശിക്ഷിച്ചു. അന്ന് അവിടെ BJP ആണ്, അവിടെ കേന്ദ്ര ഭരണ പ്രദേശമായിരുന്നു. 2020 സെപ്റ്റംബർ 30 UP-യിലെ ഹത്രാസിൽ ഒരു പെൺകുട്ടിയെ പലരും കൂടി ബലാത്സംഗം ചെയ്തു. ആ പെൺകുട്ടിയുടെ ജഡം ഡിസ്ട്രിക്ട് പോലീസ് സൂപ്രണ്ടിന്റെയും ജില്ലാ മജിസ്ട്രേറ്റിന്റെ കൂടെ നേതൃത്വത്തിൽ വീട്ടുകാർക്ക് കൊടുക്കാതെ കത്തിച്ചു കളഞ്ഞു. അത് ചെയ്തത് DSP, സാധാ പോലീസുകാരൊന്നുമല്ല. അപ്പൊ അതിന് മൊത്തത്തിൽ UP-യിലെ മൊത്തം പോലീസുകാരെ അടച്ചാക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല. ഹത്രാസ് എന്ന ജില്ലയിലെ DSP ആണ് ആ നേതൃത്വം കൊടുത്തത്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നില്ല UP-യിലെ മൊത്തം സൂപ്രണ്ടന്മാരും ഹരിജൻ പെൺകുട്ടികളെ കത്തിച്ചു കൊല്ലുന്നവരാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. അങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്ന ചില സംഭവം അത് ഞങ്ങൾ എടുത്തു കാണിക്കാറുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട പാട്യാല ഷാജിയൊക്കെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ശരിയാണ്. ഈ സ്വകാര്യ യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിന്റെ ഒരു നയം സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ പാടില്ല എന്നാണ്. നമ്മൾ തന്നെ പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് വളരെയധികം വിദ്യാർത്ഥികൾ, അത് കേരളത്തിൽ അതിനകത്ത് 8ാം സ്ഥാനം മാത്രമേ ഉള്ളൂ, മറ്റു സംസ്ഥാനം നിൽക്കട്ടെ, മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുന്നു, വിദേശങ്ങളിലേക്ക് പോകുന്ന കാര്യത്തെ നമ്മൾ പറയുന്നത്. ഇവിടെ അന്തർദേശീയ നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ അന്തർദേശീയ നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണം. ശരിയാണ്, പണ്ട് എതിർത്തിട്ടുണ്ടാകാം. അത് കാലാനുസൃതമായിട്ട് മാറ്റം കൊണ്ടാണ്, നയപരമായ അത് പോളിസി ചേഞ്ചസ് ആണ്. ആ പോളിസി ചേഞ്ചസ് വരുമ്പോൾ സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ കേരളത്തിൽ അന്തർദേശീയ നിലവാരമുള്ള യൂണിവേഴ്സിറ്റികൾ കൊണ്ട് ആ യൂണിവേഴ്സിറ്റികൾ നടപ്പിലാക്കുന്നതിന് ഗവൺമെന്റ് ചില നോംസ് വെച്ചിട്ടുണ്ട്. അവിടെയും 40-60 എന്നാണ് കണക്ക്. രക്തസാക്ഷികളുടെ കുടുംബത്തോട് എന്ത് പറയും? പുഷ്പന്റെ കുടുംബത്തോട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ നമ്പ്യാരെ, അതായത് ഞാൻ പറയട്ടെ, ഞാൻ അഡ്മിറ്റ് ചെയ്തുകൊണ്ടല്ലേ പറയുന്നത്. ഇടതുപക്ഷത്തിന്റെ നയം സ്വകാര്യ സർവകലാശാലകളും സാക്ഷര മേഖലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പാടില്ല എന്നായിരുന്നു. സാക്ഷര വിദ്യാഭ്യാസ സ്ഥാപനത്തിനെതിരാണല്ലോ കൂത്തുപറമ്പിൽ 5 വെക്കാൻ ഭരിച്ചേക്കെ, അത് സത്യമാണ്. പക്ഷെ ആ നയങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണ്? ശരിയാണ്, പണ്ട് കമ്പ്യൂട്ടറിന് എതിർത്തവരായിരുന്നല്ലോ, തൊണ്ടുതല്ല മേഖല യന്ത്രവൽകൃത മിഷന് എതിർത്തവരായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും കാലാനുസൃതമായിട്ടുണ്ടാകുന്ന മാറ്റം വിശ്വസിക്കാൻ കൊള്ളൂല. ചുരുക്കത്തിൽ ഞാൻ പറയട്ടെ, ഇനി നാളെ എന്താണ് പറയാന്നുള്ള നമുക്ക് ഞാനൊന്ന് പറയട്ടെ. അല്ല, നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടില്ല. എന്താ ചർച്ച ചെയ്തിട്ടുള്ളത്? കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ നിലവാരത്തിൽ കൂടുതൽ മെച്ചപ്പെടുത്തണം. ഉന്നത വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുമ്പോൾ അന്തർദേശീയ നിലവാരത്തിലുള്ള സർവകലാശാലകളോട് വരണം.
ആ സർവകലാശാലകൾ വരുന്നതിന് ഗവൺമെന്റ് എങ്ങനെ ബില്ല് കൊണ്ടുവരാൻ പോകുന്നത്? ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള UGC പാസ്സാക്കുന്ന നോംസ് അംഗീകരിക്കണം. 1. 2, കേരളത്തിലെ മറ്റ് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളിലുള്ളതുപോലെ 60-40 മെറിറ്റ് ആണെങ്കിൽ 40% സമുദായങ്ങൾക്ക് സംവരണം. ഞാൻ പറഞ്ഞത് അങ്ങനെ സ്വകാര്യ യൂണിവേഴ്സിറ്റി ഇവിടെ പറഞ്ഞല്ലോ, സ്വകാര്യ യൂണിവേഴ്സിറ്റിയെ കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെതായുള്ള കാര്യങ്ങൾ ഉണ്ടാകണം. ആ രീതിയിലാണ് ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ അത് CPM CPMലല്ല ചർച്ച ചെയ്യേണ്ടത്, പാർട്ടിയിലല്ലല്ലോ ചർച്ച ചെയ്യേണ്ടത്. അത് ചർച്ച ചെയ്യേണ്ടത് ഗവൺമെന്റ് അല്ലേ ചർച്ച ചെയ്യേണ്ടത്. CPMന്റെ പ്രതിനിധി സഭ 10 12 പാർട്ടികളുണ്ട് LDF. അതല്ല, ഗവൺമെന്റ് ആണ് പാർട്ടി പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടി സെൻട്രൽ കമ്മിറ്റി പാർട്ടി പോളിറ്റ് ബ്യൂറോ ഈ ഇടപാടിനെതിരെയാണ്. നമ്മുടെ വിഷയം മാറിപ്പോ ഈ ഇടപാടിനെതിരെയാണ്. ഞാൻ പറയട്ടെ. അപ്പൊ ഇവിടെ അല്ലാതെ അവിടെ നിൽക്കട്ടെ. അല്ലെ, പറയുമ്പോൾ അതിന് മറുപടി പറഞ്ഞു പോകണമല്ലോ. ഇവിടെ പലരും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഒരു കാര്യം ശരിയാണ്, നിങ്ങൾ പറഞ്ഞ എല്ലാവരും പറഞ്ഞ ഒരു കാര്യം ഞാൻ അംഗീകരിക്കുന്നു. ഏതൊരു ഡിപ്പാർട്ട്മെന്റിലെയും ഉദ്യോഗസ്ഥർ, അതിൽ പിയൂണായാലും അങ്ങേറ്റത്തുള്ള ഗവൺമെന്റ് സെക്രട്ടറി ആയാലും തെറ്റ് ചെയ്താൽ ആ ഡിപ്പാർട്ട്മെന്റ്, എല്ലാ ഡിപ്പാർട്ട്മെന്റിനും പോലുള്ള അത് എവിടെ ആര് ഭരിച്ചാലും ആരാ നിൽക്കുന്നത്? ഒരു രാഷ്ട്രീയക്കാരനാണ്. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ കേന്ദ്ര ഗവൺമെന്റ് എടുത്താലും സംസ്ഥാന ഗവൺമെന്റ് എടുത്താലും ഏത് ഡിപ്പാർട്ട്മെന്റിലെ ഹെഡിലിരിക്കുന്ന IAS IPS ആരല്ല, അതിന്റെ മുകളിൽ ഒരു രാഷ്ട്രീയക്കാരനുണ്ടാവും, രാഷ്ട്രീയ മന്ത്രി ഉണ്ടാവും. ഇവിടെ ഹോം സെക്രട്ടറിയിലേക്കല്ല ആക്ഷേപം ചെല്ലുന്നത്. ഹോം സെക്രട്ടറി സീനിയർ IAS ഓഫീസറാണ്. ചീഫ് സെക്രട്ടറിയിലേക്കല്ല ആക്ഷേപം ചെല്ലുന്നത്. ഒരു ഹോം ഡിപ്പാർട്ട്മെന്റിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തെറ്റ് കാണിച്ചാൽ തീർച്ചയായിട്ടും അതിന് മറുപടി പറയേണ്ടത് ഹോം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തന്നെയാണ്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അപ്പൊ ഇവിടെ ചില പോലീസുകാർ, ഞാൻ തുടക്കത്തിൽ അഡ്മിറ്റ് കൊണ്ട് വീണ്ടും അഡ്മിറ്റ് കൊണ്ട് എന്ന് പറയുന്നു, കുറെ അധികം പോലീസുകാരെ അഴിമതിയും സ്വജനപക്ഷപാതവും എന്തൊക്കെ തെറ്റ് ചെയ്യാവോ അവർ കൂട്ടബലാത്സംഗമായാലും കള്ളപ്പണം അടിയായാലും കള്ളനോട്ടടിയായാലും കഞ്ചാവ് കടത്തായാലും ഇതിനകത്ത് എല്ലാം കൂട്ടുനിൽക്കുന്നുണ്ട്. അതിന് തർക്കമൊന്നുമില്ല. 100% പോലീസുകാർ നല്ലവരാണെന്നും അഭിപ്രായമൊന്നുമില്ല. പക്ഷെ ഈ തെറ്റിന് കൂട്ടുനിൽക്കുന്നവര് ഏത് ഡിപ്പാർട്ട്മെന്റില്ലാത്ത എല്ലാത്തിലുമുണ്ട്. ഒരു 5-10% പേര് ഇങ്ങനെയുള്ള തെറ്റുകൾ കൂട്ടുനിൽക്കുന്നു. അത് ഇല്ലാതാക്കണം. അതിന് ന്യായീകരിക്കുന്നതും ശരിയാണെന്ന് അഭിപ്രായമില്ല. പക്ഷെ മുഖ്യമന്ത്രി വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്, കുറെ അധികം പോലീസുകാര് നല്ലവരുള്ളപ്പോൾ കുറച്ചു പേര് തെറ്റ് ചെയ്യുമ്പോൾ മൊത്തം പോലീസുകാരെയും അടച്ചേച്ച്, അദ്ദേഹത്തിന്റെ വാചകം വീണ്ടും നിങ്ങൾ എടുത്തിട്ട് കേൾക്കൂ. അദ്ദേഹം പറഞ്ഞ വീണ്ടും നിങ്ങൾ ആവർത്തിച്ച് കേൾക്കും. അദ്ദേഹം എന്താ പറഞ്ഞത്? കൂടുതൽ പോലീസുകാർ നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ വളരെ ന്യൂനപക്ഷം വരുന്ന കുറച്ചുപേര് മാത്രം പറയുന്നത് എടുത്ത് പറഞ്ഞുകൊണ്ട് അവരെ മൊത്തത്തിൽ അവിടെ ആത്മവീര്യം എടുത്തിട്ട് പിന്നെ നമ്പ്യാർ ചോദിച്ച ഒരു ചോദ്യം, പിന്നെ ഇടതുപക്ഷത്തിന്റെയും CPMന്റെയും മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിന് പോലീസുകാരെയും എങ്ങനെയാണെന്ന് കേരളത്തിൽ എല്ലാവർക്കും പറയാം. അദ്ദേഹത്തിന് പോലീസുകാരെ പേടിയുണ്ടോ? പോലീസുകാരെ ഇപ്പൊ നേരത്തെയൊക്കെ പറഞ്ഞല്ലോ, ADGPയുടെ കയ്യിൽ അദ്ദേഹത്തിന്റെ ഏതോ കാസറ്റ് ഉണ്ട്. ആത്മകഥ വായിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ടല്ല, കുഞ്ഞനന്താരുടെ പുസ്തകമൊക്കെ ഞാനൊക്കെ വെറും കുഞ്ഞനന്താരല്ല അദ്ദേഹം, ബെർലിൻ കുഞ്ഞ്, അങ്ങനെയല്ല അദ്ദേഹത്തിനെ പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആത്മകഥയിലും അദ്ദേഹത്തിന്റെ കുറെ കാര്യങ്ങളും അതിനകത്ത് ഇദ്ദേഹത്തിന്റെ മക്കൾക്ക് അഡ്മിഷൻ എടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ വീരത്വത്തെ കുറിച്ച് അഡ്മിഷൻ എടുത്ത കാര്യം, അഡ്മിഷനൊക്കെ എടുത്ത കാര്യമൊക്കെ പറഞ്ഞു. അത് ഒരു ആത്മകഥ ഒരാൾ എഴുതുമ്പോൾ, ഒരു പുസ്തകം ഒരാൾ അല്ല, ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടാണ്. അങ്ങനെയല്ലല്ലോ ഒരു സമൂഹം ഒരു വ്യക്തിയെ കാണുന്നത്. ഞാൻ നാളെ അനിൽ നമ്പ്യാരെ കുറിച്ച് എഴുതി അല്ലെങ്കിൽ ഒരു കാര്യം എഴുതിയാൽ എന്റെ കാഴ്ചപ്പാടായിരിക്കത്തില്ല ബഹുമാനപ്പെട്ട പാണ്ഡ്യാല ഷാജിക്ക്, ആ കാഴ്ചപ്പാടായിരിക്കത്തെ ഉല്ലാസ് ബാബു അനിൽ നമ്പ്യാരെ കുറിച്ച്. ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാട് എടുത്ത് പോയിച്ച് കാണിച്ചിട്ട് ഇതാണ് ആ വ്യക്തി എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ല. അത് തെറ്റാണോ? ഒരിക്കലും അത് ശരിയല്ലത്. ഒരു പൊടിക്കുഞ്ഞ് ചന്ദ്രനെ നോക്കിയിട്ടില്ല കാണുന്നത് ഒരു നക്ഷത്രം എനിക്ക് പിടിച്ചു തരുമെന്ന് ചോദിക്കുന്നത് പോലെയുള്ള ഓരോ വ്യക്തിക്ക് ഓരോ കാഴ്ചപ്പാടാണ്. അത് ബെർലിന്റെ കാഴ്ചപ്പാടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് ആർക്കെങ്കിലും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അറിയാൻ പറ്റുമോ? ബെർലിൻ കുഞ്ഞനന്താരുടെ പുസ്തകത്തിൽ എഴുതിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഒരുപക്ഷെ അയൽവാസിയായ പാണ്ഡ്യാല ഷാജിക്ക് നന്നായിട്ട് അറിയാം. പറയട്ടെ, ഞാൻ അദ്ദേഹം പറഞ്ഞൊക്കെ വളരെ ആസ്വദിച്ച് കേട്ടോണ്ടിരിക്കുകയാണ്. ശ്രീമാൻ പാണ്ഡ്യാല ഷാജി വരുന്ന ചർച്ചകളിൽ അദ്ദേഹം പറയുന്നത് വളരെ ആസ്വദിച്ച് കേൾക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം പറഞ്ഞ കാര്യം, പഴയ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാത്ത കുറെ കാര്യങ്ങൾ, കുറച്ച് ശരിയും അല്പം തെറ്റും കുറച്ച് പൊടിയും തൊങ്ങലും ഒക്കെ ഇതിനകത്തുണ്ടാവും. അതൊക്കെ അറിഞ്ഞുകൊണ്ട് കേട്ട് അതൊക്കെ ഉണ്ടാകുമല്ലോ, സ്വാഭാവികമല്ലേ. കുറച്ച് ഭാഷ അല്ല, ശ്രീ പാണ്ഡ്യാല ഷാജിക്ക് കുറെ ഭാഷാ നൈപുണ്യമുള്ള ആളാണ്. അദ്ദേഹത്തിന് കുറച്ച് വ്യാകരണങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം അതെല്ലാം കൂടെ ചേർത്ത് ഒരു കലാകാരന്റെ സാഹിത്യ രൂപത്തോടുകൂടി അദ്ദേഹം അതിന് പറയും. അതൊക്കെ നമുക്ക് കേൾക്കാൻ വളരെ ഇമ്പമുള്ള കൂട്ടത്തിലാണ്. ഞാൻ ഇതിനൊന്നുമല്ല, അതിന് തർക്കമില്ല നമുക്ക്. ശരി, ഓക്കെ. ശ്രീ എം കെ ഹരിദാസ്, ഇപ്പൊ തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ട് ഇതിനൊന്നും ഒരു പരിഹാരം ഉണ്ടാവില്ല.
ഇപ്പോൾ പാണ്ഡ്യാല ഷാജി പറഞ്ഞത്, അതായത് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളെ കൊള്ളില്ല, പിന്നെ എങ്ങനെ വകുപ്പ് നന്നാവുന്നത് എന്നുള്ളതാണ്. പക്ഷേ എങ്കിലും നമ്മുടെ ജനങ്ങൾ അവർക്ക് സുരക്ഷിതമായിട്ട് ഇവിടെ ജീവിക്കണം, അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം. നിയമം പാലിക്കേണ്ടവർ ഉണ്ട്, പക്ഷേ അവർ തന്നെ നിയമം കയ്യിലെടുക്കുകയാണ്, നിയമം ദുരുപയോഗം ചെയ്യുകയാണ്. അപ്പോൾ ആരിലാണ് നമ്മളൊക്കെ പ്രതീക്ഷ അർപ്പിക്കേണ്ടത്? കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ. NCRBയുടെ കണക്ക് പറഞ്ഞിട്ട് ശ്രീ ബലദേവ് പറഞ്ഞ കാര്യങ്ങളോടുള്ള ഒരു വിയോജിപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ ശ്രീ അനിലിന്റെ ചോദിച്ചതിന് മറുപടി പറയാം. ഈ വെണ്ടക്കായുടെ ചിത്രം വരച്ചിട്ട് സാമ്പാർ വയ്ക്കാൻ പറ്റില്ല ശ്രീ ബലദേവ്. വെണ്ടക്കായ തന്നെ മുറിച്ചിട്ടാലേ അതിന് സാമ്പാറാവുള്ളൂ. നമുക്ക് UP-യിൽ അങ്ങനെയാണ്, നാഗാലാൻഡിൽ ഇങ്ങനെയാണ്, മേഘാലയയിൽ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ മറ്റൊന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വിഷയത്തെ ലഘൂകരിക്കാൻ ശ്രമിക്കാൻ ഇവിടുത്തെ പോലീസിന്റെ ഗതികെട്ട, ഇവിടുത്തെ പോലീസിന്റെ ജനങ്ങൾക്ക് സുരക്ഷിതത്വം നൽകാത്ത പോലീസിന്റെ പ്രവർത്തനത്തെ കുറിച്ചിട്ട് അങ്ങനെ ന്യായീകരിക്കല്ല താങ്കൾ. കാരണം കേരളത്തിലെ ജനങ്ങള് ഇടതുപക്ഷം വരും എല്ലാം ശരിയാകുമെന്നുള്ളൊരു ക്യാപ്ഷൻ വിശ്വസിച്ചിട്ട് വോട്ട് ചെയ്തത് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ്. അല്ലാണ്ട് താങ്കൾ ഈ ചൂണ്ടിക്കാണിച്ച സംസ്ഥാനത്തെ സർക്കാരുകൾക്കല്ല കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോ ഈ ഗവൺമെന്റിന് ചുമതല ഉണ്ട്, ഇവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ പോലീസ് പ്രാപ്തരല്ലെങ്കിൽ അവരെ അതിന് പ്രാപ്തരാക്കി നിർത്താൻ വേണ്ടിയിട്ട് ആഭ്യന്തര വകുപ്പ് തയ്യാറാകണം. സർക്കാർ എന്ന് പറയുമ്പോൾ സർക്കാരിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയാണെന്ന ആ കർത്തവ്യം മറന്നുകൊണ്ട് നിയമസഭയിൽ ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ അല്പം ചുണ്ടിക്കാരനാണ്, എന്താ പറയേണ്ടത്, ചിന്താവിഷ്ടയായ സീത എന്നൊക്കെ പറയുന്നത് പോലെ അദ്ദേഹം 24 മണിക്കൂർ അദ്ദേഹത്തിന് ഗൗരവമാണ്. ആ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം പറയുന്നത് കേട്ടുകൊണ്ട് ഇവിടുത്തെ പോലീസിന്റെ നയങ്ങളെ ഞങ്ങൾ അംഗീകരിക്കണം എന്ന് പറയുന്നത് അങ്ങേയറ്റം തെറ്റാണ്. അത്ര ലാഘവമായിട്ട് ആ പ്രശ്നത്തെ കാണരുത്. പിന്നെ അങ്ങ് പറഞ്ഞത് പോളിസി ചേഞ്ച്, എല്ലാ കാലത്തും വേണ്ടി പോളിസി ചേഞ്ച് എന്ന് പറയുന്നത് ഭരണം കയ്യിൽ കിട്ടിയാൽ മാത്രമേ പോളിസി ചേഞ്ച്, അതും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഭരണം കിട്ടിയാലേ പോളിസി ചേഞ്ച്. 5 വർഷം ഇപ്പൊ ശരശൈലിയിൽ കിടക്കുന്ന അച്യുതാനന്ദനോട് മുഖ്യമന്ത്രിയായിരുന്നപ്പോ അനങ്ങാൻ സമ്മതിച്ചിട്ടില്ല. തിരമാലകൾ ബക്കറ്റിൽ കോരിക്കഴിഞ്ഞാൽ അതൊന്നുമല്ലെന്ന് അച്യുതാനന്ദനെ ഓർമ്മിപ്പിച്ച വ്യക്തിയാണെന്ന് ആലോചിക്കണം. അപ്പൊ ഈ പോളിസി ചേഞ്ചും കാലോചിതമായ മാറ്റവും CPM തീരുമാനിക്കുന്നതാണ് കേരളത്തിലെ എന്നുള്ളത് കേരളത്തിലെ 3,40,00,000 ജനങ്ങളുടെ മാനസികമായ ഒരു തയ്യാറെടുപ്പിന്റെ പ്രതിഫലനമല്ലാതെ CPM എന്ന് പറയുന്ന പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്നവർക്ക് CPM-ന് തോന്നുന്ന സമയത്ത് കാലോചിതമായ മാറ്റവും അതുമാതിരി തന്നെ നമുക്ക് ഇത്തരം നയങ്ങൾ തിരുത്തണമെന്ന് തോന്നുന്ന വഴി എന്താ ഉണ്ടായിരിക്കുന്നതെന്ന് താങ്കൾക്ക് അറിയോ? കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമല്ല എന്നൊരു ദുഷ്പേര് അടുത്ത 100 വർഷത്തേക്ക് മാറ്റാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ചാപ്പ കേരളത്തിന് വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഈ CPM എന്ന് പറയുന്ന പാർട്ടി മാത്രമാണ് ഉത്തരവാദി എന്ന കാര്യം താങ്കൾ മറക്കരുത്. നിങ്ങളൊക്കെ ഈ ഇടതുപക്ഷം എന്ന് പറഞ്ഞ് ചേർന്ന് നിന്നിട്ട് അതിനപ്പുറം ഇപ്പോ കട്ടി 21 MLA-മാരുള്ള CPI-യുടെ നയങ്ങൾ എങ്ങനെയാ മാറുന്നത്? AKG സെന്ററിലേക്ക് ഒരു മീറ്റിംഗിന് വിളിക്കുന്നു, അടച്ചിട്ട മുറിയിൽ ഒരു ടവർ ബോൾട്ട് ഇട്ടുകൊണ്ട് ഒരു മീറ്റിംഗ് ബിനോയ് വിശ്വമായാലും കാന രാജേന്ദ്രനായി നടക്കുന്നു. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി AKG സെന്ററിന്റെ പടിക്കൽ വെക്കുകയാണെന്ന് മാധ്യമങ്ങളോട് പറയുന്നു. ഞങ്ങളുടെ തെറ്റിദ്ധാരണയാണ്, ഞങ്ങളുടെ നയം തിരുത്തിയാണ്. വിരട്ടലായിരിക്കും, അല്ലെങ്കിൽ ഇന്നവ അയക്കെന്ന് പറഞ്ഞ് വിരട്ടിയതായിരിക്കും, വിരട്ടി പറയിപ്പിക്കുന്നതായിരിക്കും. എന്തോ അതിനുള്ളിൽ നടക്കുന്നത് എന്തോ ആവട്ടെ. അവിടുന്ന് കൃത്യമായ ട്രീറ്റ്മെന്റ് കിട്ടി പുറത്തേക്ക് വരുന്നതോടുകൂടി 21 MLA-മാരുള്ള ഇടതുപക്ഷത്തിലെ ഏറ്റവും വലിയ കക്ഷിയുടെ ബാക്കിയുള്ള കക്ഷികളുടെ കാര്യം ഞങ്ങൾക്ക് അറിയില്ലേ? അപ്പൊ നിങ്ങൾക്കൊക്കെ ഈ ചർച്ചയിൽ വന്നിരുന്നുകൊണ്ട് ഇവിടെ പാണ്ഡ്യാല ഷാജി, MK ഹരിദാസും ഉല്ലാസ് ബാബുവും നമ്മുടെ അനിൽ നമ്പ്യാരും പറയുന്നതിനെ ശരിയാണെന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റില്ല. അതിനപ്പുറമുള്ള ഒരു ന്യായീകരണവും താങ്കളുടെ ഈ ന്യായീകരണം താങ്കൾ ന്യായീകരിച്ചതിനെ ഞാൻ കാണുന്നത് അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടോട് കൂട്ടാണ്. പിന്നെ താങ്കൾ പറഞ്ഞു പിണറായി വിജയനെ പറ്റിയിട്ട് കുഞ്ഞനന്തൻ നായർ എഴുതി. ഞാൻ കുഞ്ഞനന്തൻ നായരുടെ പുസ്തകം ഇതുവരെ വായിച്ചിട്ടില്ല. പലരും ചർച്ചകളിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. വായിക്കണം, തീർച്ചയായിട്ടും വായിക്കണം. ബെർലിൻ കുഞ്ഞനന്തൻ നായരുടെ പുസ്തകം പുറത്തേക്ക് ഇറങ്ങുമ്പോ കുഞ്ഞനന്തൻ നായരും ജീവിച്ചിരിപ്പുണ്ട്, പിണറായി വിജയനും ജീവിച്ചിരിപ്പുണ്ട്. കേരളത്തിലെ ഏറ്റവും ശക്തനായ CPM-ന്റെ സമുന്നതനായ നേതാവിനെതിരെ അദ്ദേഹം ഭയങ്കര ഭീരുവാണെന്ന് പറഞ്ഞ് അദ്ദേഹം നിരത്തിയ തെളിവുകൾ തെറ്റായിരുന്നുവെങ്കിൽ ഒരു മാനനഷ്ട കേസിന് ഒരു വക്കീൽ നോട്ടീസെങ്കിലും അയക്കേണ്ട പ്രാഥമികമായ ചുമതലയില്ലേ ശ്രീ ബലദേവ്? അതുപോലും ചെയ്യാതെ അങ്ങനെയാണ് സ്വപ്ന സുരേഷിനെതിരെ 100 വക്കീൽ നോട്ടീസ് അയക്കേണ്ടതല്ലേ? ഒരെണ്ണം പോലും അയച്ചോ? സ്വപ്ന സുരേഷിനെ വിടട്ടെ. അതായത് വടിവാളുകളും കുന്തങ്ങളും തട്ടി മാറ്റിക്കൊണ്ടാണ് അദ്ദേഹം കോളേജിൽ പോയിരിക്കുന്നത്. ആ വിഷയം സ്വപ്ന സുരേഷ് ഉന്നയിച്ചിട്ടുള്ള വിഷയമല്ല ഇത്.
ഇരട്ടച്ചങ്കാണ് എനിക്ക്. അദ്ദേഹം അത്രയും അതായത് കോളേജിൽ പോകാൻ പോലും ആ സമയത്ത് അതുമാതിരി തന്നെ രണ്ട് കൈകളും കൂട്ടിയിടിക്കാതെ ഒരു ശബ്ദം പുറപ്പെടുവിച്ച് ശത്രുവിനെ അവിടെ തുരത്തിയ വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ധൈര്യം ഒന്നുമല്ലെന്ന് ഒരു വ്യക്തി പുസ്തകം വഴി എഴുതിയെങ്കിൽ അതിനെ തിരുത്താൻ വേണ്ടിയെങ്കിലും ഒരു വക്കീൽ നോട്ടീസ് അയക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ പാണ്ഡ്യ ഷാജി തുടക്കത്തിൽ റബ്ബോയ്ക്ക് 10 കോടി രൂപ ഈ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചതിന്റെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് ചർച്ചയുമായി ബന്ധമില്ലാത്തൊരു കാര്യം പറയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം റബ്ബോയ്ക്ക് 240 കോടി രൂപ സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം വഴി കടം കൊടുത്തിട്ടുണ്ട്. അതിന്റെ പലിശ എത്രയാണ്, അതിൽ എന്തെങ്കിലും തിരിച്ചടവ് വന്നു എന്ന് ചോദിച്ചപ്പോ സംസ്ഥാനത്തിന്റെ 9 വകുപ്പുകൾക്ക് അതേക്കുറിച്ചിട്ട് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വിവരാവകാശ മറുപടി കിട്ടിയ വ്യക്തിയാണ് ഞാൻ. എന്തുകൊണ്ട് പ്രതിപക്ഷം ഈ വിഷയം നിയമസഭയിൽ ഉദ്ധരിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മുണ്ടുത്തരം അവരുടെ മാർക്കറ്റ് ഫെഡിന് കൊടുത്തു 25 കോടി രൂപ ഇതേ സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം വഴി നിങ്ങൾക്കും ഇരിക്കട്ടെ. അപ്പൊ പിന്നെ അവരും മിണ്ടില്ലല്ലോ. ഇതാണ് ഇവിടുത്തെ ജനാധിപത്യപരമായ കാര്യങ്ങൾ പോകുന്നത് എന്നിരിക്കെ ഞാൻ എന്റെ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജനങ്ങൾക്ക് സുരക്ഷിതത്വം കൊടുക്കാൻ കഴിയാത്ത ഒരു പോലീസും അതിനൊരു ആഭ്യന്തര വകുപ്പും ഉണ്ടെങ്കിൽ നല്ലത് എന്താണെന്ന് അറിയോ? ഈ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ ഞാൻ പ്രാപ്തനല്ല എന്ന നിലയ്ക്ക് അദ്ദേഹം മാറി നിൽക്കണം. കാരണം സഖാക്കൾക്ക് ഇവിടെ പോലീസ് സ്റ്റേഷൻ സ്വന്തമായിട്ടുണ്ട്, കോടതി സ്വന്തമായിട്ടുണ്ട്. അവർക്ക് അവിടുന്ന് നീതി ലഭിക്കും. പോലീസിൽ നിന്ന് കിട്ടേണ്ട സേവനം അവിടുന്ന് കിട്ടും. സാധാരണക്കാരന് ഒരു പെറ്റീഷനുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവിടെ സബ് ഇൻസ്പെക്ടർ മയക്കുമരുന്നിനോ അല്ലെങ്കിൽ തന്നെ കുടിച്ചിട്ടോ ഇരിക്കുന്ന ഒരു അവസ്ഥ കാണുക, അതുമാതിരി തന്നെ പോലീസുകാർ തമ്മിൽ തല്ലുന്ന പോലീസ് സ്റ്റേഷൻ ആവുക, അതല്ല ജനങ്ങൾ നികുതി കൊടുക്കുന്ന ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ശ്രീ അനിൽ നമ്പ്യാർ പറഞ്ഞ ഒരു കാര്യത്തിനും കൂടി ഒരൊറ്റ വരിയിൽ ഒരു മറുപടി പറയട്ടെ. ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് കൈക്കൂലി വാങ്ങുന്ന മാസപ്പടി വാങ്ങുന്ന പോലീസുകാരുടെ കൂട്ടത്തിലേക്ക് ഈയിടെ എന്നോട് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസുകാരൻ പറഞ്ഞ സംഗതിയാണ്, ഒരു പുതിയ സർക്കിളേമാൻ ആ പോലീസ് സ്റ്റേഷന്റെ ചാർജ് എടുത്തു. അപ്പൊ അദ്ദേഹം കൈക്കൂലി വാങ്ങുന്ന വ്യക്തിയാണെന്നുള്ള ഖ്യാതി പരന്നിട്ടാണ് അദ്ദേഹം പുതിയ സ്ഥലത്ത് ചാർജ് എടുക്കുന്നത്. പക്ഷെ അദ്ദേഹം അത്തരക്കാരനല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കൈക്കൂലി കൊടുത്തൊരു അബ്കാരിയോട്, അതായത് ആദ്യം തന്നെ അബ്കാരികൾ വന്നിട്ട് ഒരു സർക്കിൾ ഇൻസ്പെക്ടറൊക്കെ ചാർജ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കവറൊക്കെ കൊണ്ട് കൊടുക്കുന്ന ഒരു ചടങ്ങ് നമ്മുടെ കേരളത്തില് അനാദി മധ്യാന്ത കാലം തൊട്ടിട്ടുണ്ട്. അപ്പൊ ആ കവർ കൊടുത്തപ്പോൾ പറഞ്ഞിട്ട് നിങ്ങളിത് എനിക്ക് തരണ്ട, നിങ്ങൾ തൊട്ടടുത്ത പെട്രോൾ പമ്പിലെ നമ്മുടെ ഇവിടുത്തെ കുടിശ്ശിക തീർക്കാത്ത കാരണം പെട്രോൾ കിട്ടണില്ല, നിങ്ങൾ അവിടെ കൊണ്ട് കൊടുത്തോളൂ. അപ്പൊ സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയെ വരെ ചൂഷണം ചെയ്തുകൊണ്ട് കൈക്കൂലി മേടിക്കാനും ആ പെട്രോൾ പമ്പിൽ പോയിട്ട് ആ കവർ തിരിച്ചു മേടിക്കാനും പ്രാപ്തരായ പോലീസുകാരെ ഇവിടുത്തെ ജനങ്ങൾക്ക് ശുദ്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കിടന്നുറങ്ങാനും അതുമാതിരി തന്നെ നേരം വെളുത്തു കഴിഞ്ഞാൽ ഇറങ്ങി നടക്കാനും കഴിയുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കണം എന്നാണ് എനിക്ക് പറയാൻ. അത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. നന്ദി ശ്രീ എം കെ ഹരിദാസ്. ഉല്ലാസ് ബാബു, സംഭവിക്കുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലീസ് എങ്ങനെ നന്നാവും? പ്രതീക്ഷയുണ്ടോ താങ്കൾക്ക്? അല്ല, അതിൽ പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണല്ലോ ശ്രീ ബൽദേവ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇവിടെ കൊലപാതകം നടന്നാൽ, ഇവിടെ ബലാത്സംഗം നടന്നാൽ, ഇവിടെ കൊള്ള നടന്നാൽ, ഇവിടെ തട്ടിക്കൊണ്ടുപോകൽ നടന്നാൽ, ഇവിടെ കാമുകൻ കാമുകിയെ കൊന്നാൽ, കാമുകി കാമുകനെ കൊന്നാൽ, അച്ഛൻ മകനെ കൊന്നാൽ, മകൻ അച്ഛനെ കൊന്നാൽ, കൂട്ടുകാരൻ കൂട്ടുകാരിയെ കൊന്നാൽ, യുവതിയുടെ മറ്റേ അമ്മയെ പ്രണയം നടിച്ച് കാമുകൻ കൊന്നാൽ, ഇനി കൂടെ ജീവിക്കുന്ന വ്യക്തികളെ വെട്ടിക്കൊന്നാൽ, അപ്പുറത്തുള്ളവൻ വന്ന് അച്ഛനെയും അമ്മയെയും അച്ഛമ്മയെയും വെട്ടിക്കൊന്നാലും പ്രയാസമില്ല. UP-യിലോട്ട് നോക്കിയാൽ മതി, പെർസെൻറ്റേജിലേക്ക് നോക്കിയാൽ മതി. ഇപ്പം പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന കേരളത്തിനകത്ത് പെർസെൻറ്റേജ് കണക്കിലാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിണറായി വിജയൻ സ്വയം പറയുന്നു എൻ്റെ പെർസെൻറ്റേജ് തികഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ബൽദേവിൻ്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇനിയും പെർസെൻറ്റേജുകളിലേക്ക് പോയാലും കണക്കുകളിൽ സേഫായാൽ മതി എന്നാണ് പറയുന്നത്. അപ്പം കേരളം നമ്പർ 1 എന്ന് പറയപ്പെടുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ വക തട്ടിപ്പും മുട്ടായ്മയും പറഞ്ഞ് നടക്കുക എന്നല്ലാതെ എൻ്റെ പൊന്നു സാറേ, വൈകുന്നേരം കിടന്നുറങ്ങിയ തല്ലി കൊല്ലില്ല, വെട്ടി കൊല്ലില്ല, ബോംബെറിഞ്ഞ് കൊല്ലില്ല, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഓടിച്ചിട്ട് കൊല്ലില്ല എന്ന് ഉറപ്പ് തരാൻ പ്രാപ്തിയുള്ള നാട്ടിലുള്ള ഒരുത്തൻ ആഭ്യന്തര വകുപ്പ് കേരളത്തിൽ കൈയാളുമോ ഇല്ലയോ എന്നതാണ് നമ്മുടെ ചോദ്യം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവരിങ്ങനെ തന്നെയാണ് മറുപടി പറയുക. COVID-19 കുറിച്ച് ബഹുമാനനായിട്ടുള്ള പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് MA ബേബിയുടെ ഒരു പ്രസംഗത്തിൽ ഒരു സംഭവം ഞാൻ ഒരിക്കൽ കണ്ടു. ഞാനത് എഴുതിയെടുക്കുകയായിരുന്നു. എന്താ അദ്ദേഹം പറഞ്ഞതെന്നറിയോ? COVID-19-നെതിരായിട്ടുള്ള യുദ്ധം
തീവ്ര മുതലാളിത്ത സാമ്പത്തിക നയത്തിനെതിരായിട്ടും സാമ്രാജ്യത്വ മുതലാളിത്ത സാമ്പത്തിക നയത്തിനെതിരായിട്ടും ആയിരിക്കണമെന്നും അങ്ങനെയുള്ള കൂട്ടായ്മകളെ വെച്ചുകൊണ്ടായിരിക്കണം അതിനെ ചെറുക്കണമെന്നുമാണ് അദ്ദേഹം ഒരു പ്രസംഗിക്കുന്നത്. എനിക്ക് മനസ്സിലായില്ല ഈ സംഭവം എന്താ സാർ ഉദ്ദേശിച്ചെന്നുള്ളത്. അതേപോലെ തന്നെ സാങ്കേതിക നൈപുണ്യമുള്ള തൊഴിലാളി ആധുനിക മുതലാളിത്തത്തിന്റെ ഉൽപാദന പ്രക്രിയയ്ക്ക് നൈപുണ്യ വികസനം നടത്തണം. എനിക്കും മനസ്സിലായില്ല ഈ സംഭവം എന്താണെന്നുള്ളത്. അപ്പം ഇതേപോലെ ആർക്കും മനസ്സിലാവാത്ത കുറെ കാര്യങ്ങൾ പറയുക, കണക്കുകൾ പറയുക, പേഴ്സൻറ്റേജ് ഉദ്ധരിക്കുക, എന്നിട്ട് ഒരു ഉള്ളുപ്പും നാണവും ഇല്ലാതെ അവനവൻ ചെയ്ത പ്രവൃത്തി അങ്ങോട്ട് ഭംഗിയായിട്ട് വിസ്മരിക്കുക. എന്താണ് സർ നിങ്ങൾ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് സ്വകാര്യവൽക്കരണത്തിൻ്റെ വിഷയമായിട്ട് നിങ്ങൾ വളരെ കൂളായി പറഞ്ഞല്ലേ? എന്ത് അത് ഒരു നയവ്യത്യാസം ഉണ്ടായി. ചോദിച്ചോട്ടെ, മധുവിനെ നിങ്ങൾക്കറിയാലോ അല്ലേ? കെ രാജീവിനെ നിങ്ങൾക്കറിയാലോ അല്ലേ? ഷിബുലാലിനെയും റോഷനെയും നിങ്ങൾക്കറിയാലോ അല്ലേ? അടുത്തിടെ മരിച്ച പുഷ്പനെയും നിങ്ങൾക്കറിയായല്ലേ? എന്തിനായിരുന്നു സർ അവർ സമരമുഖത്ത് നിന്നത്? എന്തിനായിരുന്നു MVRനെ അവർ തടഞ്ഞത്? സ്വയാശ്രയ മേഖലയിൽ ക്കെതിരെ പ്രവർത്തിച്ച ആ വ്യക്തികൾ മരിച്ചു വീണ സമയത്ത് എന്തായിരുന്നു സാർ അവരുടെ വീട്ടുകാർ വിളിച്ച മുദ്രാവാക്യം? എന്തായിരുന്നു സാർ അവരുടെ വീടിന് മുമ്പിൽ നിങ്ങൾ വിളിച്ച മുദ്രാവാക്യം? എന്തിനായിരുന്നു സാർ? എന്നിട്ടൊരു ഉള്ളുപ്പുമില്ലാതെ നികേഷ് കുമാർ തന്നെ പുഷ്പൻ മരിച്ചപ്പോൾ ഇതിങ്ങനെ അവിടെ പോയി നിന്നില്ലേ? അതാണ് CPM. പറഞ്ഞ കാര്യങ്ങൾ മറച്ചു പറയാൻ ഒരു നാണവുമില്ലാത്ത രാഷ്ട്രീയ സംഘടന ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് CPIM എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ മഹാരാജ്യത്ത് കേരളം എന്ന് പറയപ്പെടുന്ന ഈ തുരുത്തിൽ മാത്രം ഇവർ ഒതുങ്ങിയതും മറ്റോടത്തുനിന്നൊക്കെ പടിയടച്ച് പിണ്ണം വെക്കപ്പെട്ടതും എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത് കുറച്ച് കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് ഞാൻ നിർത്താം. രണ്ടാമത്തെ കാര്യം, ഇവർ ഇപ്പോൾ പ്രത്യേക നയമാറ്റുന്നു. ഇതാണ് നമ്മൾ എല്ലാ വിദ്യാഭ്യാസമുള്ള ആളുകളും അതുപോലെ തന്നെ പ്രാപ്തിയുള്ളവരും അതേപോലെ തന്നെ ബുദ്ധിജീവികളും ഒക്കെ പറയപ്പെടുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നത് 30 കൊല്ലം മുൻപേ മരിച്ചൊരു സാധനമാണത്. അതൊരു 30 കൊല്ലം മുമ്പേ മരിച്ചൊരു ജഡം മാത്രമാണ്. കാരണം ഇവരെ സംബന്ധിച്ച് ഒരു പ്രസക്തിയും ഇവരുടെ വാക്കുകൾക്കോ ഇവരുടെ പ്രവർത്തിക്കോ ഇവരുടെ ആശയങ്ങൾക്കോ ഇവരുടെ ചിന്താഗതിക്കോ ഇല്ല. ഇവർ ഈ കേരളത്തെ 30 കൊല്ലം പുറകെ നയിക്കുന്നവരാണ്. ഇന്നത്തെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളേണ്ട കാര്യം ഇനി 30 കൊല്ലം കഴിഞ്ഞാലാണ് ഇവറ്റങ്ങൾ ഇത് സമ്മതിക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തിനെയും പുറകോട്ട് വലിക്കുന്നതിൽ ഒന്നാമതും ഏതൊരു ദോഷത്തിനെയും മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ ഒന്നാമതുമായിട്ടുള്ള പാർട്ടിയാണ് ഇവർ. പിണറായി വിജയനെ കുറിച്ച് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം മുഖ്യമന്ത്രിയായി കാലത്തിന് ശേഷം നാളിങ്ങോട്ട് നിങ്ങൾ എടുത്തു നോക്കിയാൽ ഏതെല്ലാം മേഖലകളിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത്, ഏതെല്ലാം മേഖലയിലാണ് അദ്ദേഹം അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്, ഏതെല്ലാം മേഖലയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ളത് എന്ന് നിങ്ങളൊരു സോഷ്യൽ ഓഡിറ്റിന് നിങ്ങൾ തയ്യാറുണ്ടോ? ഈ പൊതുസമൂഹത്തിൽ പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ, പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ യുവജനങ്ങൾ, സ്ത്രീകൾ, മധ്യവയസ്കർ, വയസ്സായ ആളുകൾ, അതുപോലെ സമൂഹത്തിന്റെ മറ്റു വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മറ്റാളുകൾ, വ്യാപാരികൾ, വ്യവസായികൾ, തൊഴിലാളികൾ, ഓട്ടോ തൊഴിലാളികൾ, ബസ് തൊഴിലാളികൾ, അങ്ങനെ നിരവധി ആളുകളുടെ ഇടയിൽ ഒരു സോഷ്യൽ ഓഡിറ്റിന് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് ഒരു സോഷ്യൽ ഓഡിറ്റ് നടത്തി പ്രോഗ്രസ് കാർഡ് ഇറക്കാൻ ഈ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ചങ്കൂറ്റമുണ്ടോ എന്ന് ചോദിച്ചാൽ മറുപടി പറയൂ. നിങ്ങളുടെ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് പോലും പിണറായി വിജയന് കൊടുക്കുന്ന മാർക്ക് എന്ന് പറയപ്പെടുന്നത് ദുരന്തത്തിന് എന്താണോ പറയുക അതായിരിക്കും അവർ നിങ്ങൾക്ക് കൊടുക്കുന്ന മാർക്ക്. ഈ കേരള സമൂഹത്തെ, ഈ കേരളത്തിലെ സാധാരണക്കാരന്റെ അവന്റെ ജീവിതാവകാശങ്ങൾക്കെതിരെ പ്രവർത്തിച്ച, അവന് സമാധാനം നഷ്ടപ്പെടുത്തിയ, ഇനിയിപ്പോ ഇന്നൊരു സംഭവം ഉപദേശക സമിതി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, വന്യമൃഗങ്ങളുടെ സ്വഭാവ മാറ്റത്തിനെ കുറിച്ച് പഠിക്കാൻ ഉപദേശക സമിതിയെ വെക്കുന്നു. ഈ മന്ത്രിമാരായിട്ട് ഈ 21 എണ്ണത്തിന്റെ സ്വഭാവം ഒന്ന് നന്നാക്കാൻ ഒരു ഉപദേശക സമിതിയെ വെച്ച് തരികയാണെങ്കിൽ ഇനിയുള്ള 1.5 കൊല്ലമെങ്കിലും മനസമാധാനമായിട്ട് കേരള അങ്ങാടിയിൽ ജീവിക്കാമായിരുന്നു എന്ന് മാത്രമാണ് ബഹുമാനായ ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞങ്ങളെ ഉപദ്രവിച്ചിട്ട് ഈ പാവപ്പെട്ടവന്റെ നെഞ്ചത്ത് കയറി നിരങ്ങിയിട്ട് സാധാരണക്കാരന്റെ വോട്ടും വാങ്ങിച്ച് അതിന്റെ പേരിൽ വിജയിച്ചിട്ട് അവനോടൊരു നീതിയും കാണിക്കാതെ ഇത്ര ക്രൂരമായി പെരുമാറിയിട്ട് നിയമസഭയ്ക്കകത്ത് ഹോയ് ഹൂയ് ഹൈ എന്നൊക്കെ പറഞ്ഞ് ആംഗ്യഭാഷ കാണിച്ച് പുച്ഛിക്കുമ്പോ ഈ കേരള സമൂഹം നിങ്ങളെ എന്ത് പറയുന്നുവെന്ന് ചിന്തിക്കാനുള്ള സാമാന്യന്റെ ബുദ്ധി പോലും നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് ഇല്ലാതെ പോയല്ലോ ബൽദേവ്. അതാണ് നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത്. അവിടെ നിങ്ങൾ തിരുത്താൻ നിങ്ങൾ തയ്യാറാകണം. തിരുത്തിയില്ല എങ്കിലും ജനങ്ങൾ നിങ്ങളെ 2026 തിരുത്തും. അതിങ്ങനെയല്ല. ഒരു സീറ്റ് പോലും കേരളത്തിലില്ലാതെ
നിങ്ങൾ ഇവിടെ കിടന്ന് നടക്കേണ്ടി വരും. ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നത് ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ ഭരിച്ചിരുന്നു എന്ന് പറയേണ്ട സാഹചര്യത്തിലേക്ക് നിങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ യുവതലമുറ വരുമെന്നുള്ളത് എഴുതി വെച്ചോ. കാരണം വെറുക്കുന്നു, നിങ്ങളെ അത്രയ്ക്ക് മേൽ വെറുക്കുന്നു ഈ കേരളത്തിന്റെ പൊതുസമൂഹം. കാരണം സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറത്തമായി കേരളത്തിലെ ജനങ്ങൾ സഹിക്കുന്നു നിങ്ങളെ എന്നുള്ളതാണ് അതിന്റെ സത്യമായിട്ടുള്ള യാഥാർത്ഥ്യം. യെസ്, പണ്ഡിയാല ഷാജി, നമുക്ക് അവസാനിപ്പിക്കാം. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് 2 മിനിറ്റ്. ഇതിനകത്ത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഈ സാധാരണ CPM എന്നൊരു പാർട്ടി ഏറ്റവും ഗൗരവതരമായി ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് ജനകീയം എന്ന വാക്കാണ് ഏറ്റവും ഗൗരവതരമായി ഉപയോഗിച്ചത്. ഒരു പാർട്ടിയുടെ റവല്യൂഷനെ കുറിച്ച് പോലും പറഞ്ഞത് ജനകീയ ജനാധിപത്യ വിപ്ലവം എന്ന് പറയുന്ന സങ്കല്പമാണ്. അപ്പൊ ഈ പറയുന്ന സങ്കല്പത്തിൽ ഇത് മാറിയെന്നായിത്തീർന്നോ? അത് കേവലം വികസനം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ആ സാധനത്തെ മാറ്റിയെന്നുള്ളതാണ്. അതിന്റെ മേലെയാണ് ഈ കേരളത്തിൽ കിഫ്ബി എന്നൊരു സാധനം ഉണ്ടാക്കിയത്. കാരണം ഭരണഘടനാ വിരുദ്ധമായ ഒരു സ്ഥാപനം ഉണ്ടാക്കി കേരളത്തെ മുച്ചൂട് മുടിച്ച് കേരളത്തെ മുഴുവൻ ആളുകളെയും നിരാലംബമാക്കുന്ന പുതിയ ഒരു തട്ടിപ്പ് സംഘം. ആ തട്ടിപ്പ് സംഘത്തിന്റെ പ്രവൃത്തിയുടെ ഭാഗമായാണ് 3 കാര്യങ്ങൾ ഒറ്റയടിക്ക് നടക്കും. അതിൽ ഒന്നാമത്തെ കാര്യമാണ് അത് ട്രേഡ് യൂണിയൻ നിർവീര്യവൽക്കരണമാണ്. രണ്ടാമത് വരുന്നു ഐഡിയോളജിയുടെ നിർവീര്യവൽക്കരണമാണ്. മൂന്നാമത് വരുന്നു ഈ ജനങ്ങളെ മുഴുവൻ തന്നെ നിരാധാരമാക്കുന്ന ഒരു സംഭവം ഉണ്ടാകും. അങ്ങനെ പ്രത്യയശാസ്ത്രപരമായ നിർവീര്യവൽക്കരണം കൂടി ആയതോടെ കേരളം സമ്പൂർണ്ണമായിരിക്കുന്ന ഒരു നാശത്തിന്റെ വക്കിലേക്ക് എത്തിക്കുകയും അതിന്റെ അമരക്കാരനായി ഒരു പിണറായിക്കാരനായിരിക്കുന്ന ആൾ തന്നെ വന്നു എന്നത് വാസ്തവത്തിൽ കേരളീയ മനുഷ്യന്മാർക്ക് ലജ്ജിക്കുക. അത് മാത്രമാണ് വാസ്തവത്തിൽ നമുക്ക് കേരളീയ പൊതുസമൂഹത്തോട് പറയാനുള്ളത്. എന്തായാലും അഡ്വക്കേറ്റ് ബലദേവ് ഒരു കാര്യം മാത്രം ഞാൻ ബലദേവിനോട് ഞാൻ പറയാണ്, ഒരു കാരണവശാലും ഇതുപോലെ കഴപ്പണം കെട്ടിയ ആളുകളെ ദേവി ചെയ്ത് ന്യായീകരിക്കരുത് മിസ്റ്റർ കോമ്രേഡ് ബലദേവ്. ഒരിക്കലും ന്യായീകരിക്കരുത്. മറ്റൊന്നും കൊണ്ടല്ല, ഇത് ന്യായീകരിക്കുന്നതിന്റെ ഗതികേട് എന്താന്ന് പറഞ്ഞാൽ നിങ്ങളെ പോലെ ഇത്ര ഉത്തരവാദപ്പെട്ടിരിക്കുന്ന ആളുകൾ ഇത് പറയുമ്പോൾ അതിനകത്ത് ശരിയില്ലേ എന്ന് പലരും സംശയിച്ചു പോകും. അതോടൊപ്പം തന്നെ നിങ്ങളെപ്പോലെ ആളുകൾ ഇങ്ങനെ പറയേണ്ടവരാണോ എന്ന് തിരിച്ചു ആലോചിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. ഇതിനർത്ഥം എന്താണെന്നറിയോ? എന്റെ വീട്ടിന്റെ അടുത്ത് തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഒരു രമിച്ച് എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. ഒരു കുട്ടിയാണ്. ആ ഒരു കുട്ടിയെ പിറകിൽ നിന്ന് വലിച്ചിറക്കിയിട്ടാണ് കൊന്നുകളഞ്ഞത്. ഗർഭിണിയായ തന്റെ പെങ്ങൾക്ക് മരുന്ന് വാങ്ങിക്കാൻ പോകുന്ന സംഭവമാണ് അറുത്ത് കളഞ്ഞത്. ഇനി വേറൊരു ഉദാഹരണം പറഞ്ഞു നിങ്ങൾക്ക്. എന്റെ വീട്ടിന്റെ ആ വഴിയിലൂടെ പോയിരിക്കുന്ന ഒരു 7 മാസം മുമ്പ് അടിക്കുന്ന ഒരു ടൈഫൂൺ ഉണ്ടായിരുന്നു. ആ ടൈഫൂണിന്റെ ഭാഗമായി ഇവിടെ വെണ്ടിട്ടായി എന്ന് പറഞ്ഞൊരു ഭാഗത്ത് ഒരു വീടിന്റെ മേൽക്കൂര മൊത്തം പറന്നുപോയി. അതിൽ ഇന്നേ വരെ 5 നയാ പൈസ കൊടുത്തില്ല. ഇന്നത്തെ മലയാള മനോരമ പത്രത്തിനകത്ത് പ്രധാനപ്പെട്ടിരിക്കുന്ന വാർത്തയാണത്. അറിയോ നിങ്ങൾ? പ്രധാനപ്പെട്ട വാർത്തയാണ്. എന്താ ഇത് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലല്ലേ, വീട്ടിനടുത്തല്ലേ അത്? ഇതുപോലും ശ്രദ്ധിക്കാൻ പോലും പറ്റാതിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരായി തീരുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? ഈ ഉദ്യോഗസ്ഥനും ഒരു ധിക്കാരമുണ്ട്. ഞാൻ ഇദ്ദേഹത്തിന്റെ അടുപ്പക്കാരനാണ്, അതുകൊണ്ട് നിന്റെ കാര്യം ഞാൻ ചെയ്തു തരില്ല എന്ന് പറയാനുള്ള കാരണം ഇദ്ദേഹത്തിന്റെ മകൻ, ഈ പറയുന്ന സ്ത്രീയുടെ അവരുടെ ഭർത്താവ് മരിച്ചുപോയി. ഇദ്ദേഹത്തിന്റെ സ്ത്രീയുടെ മകൻ എന്താന്ന് പറഞ്ഞാൽ CPM കാരനല്ല, കോൺഗ്രസും അല്ല. അതാണ് ഞാനത് പറഞ്ഞ് മറ്റു കൊളാക്കണ്ടാതുകൊണ്ടാണ്. ഇങ്ങനെ വരുന്നൊരു ചിത്രം ഉണ്ടായപ്പോൾ ഒരു പൗരന് കിട്ടേണ്ടിയിരിക്കുന്ന അവകാശം, ഈ അവകാശം പോലും നിഷേധിക്കുന്ന ഒരു ഗവേണൻസ് ഉണ്ടാകുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? അത് സമ്പൂർണ്ണമായിരിക്കുന്ന ഒരു ഡീപ് സ്റ്റേറ്റിന്റെ മറ്റൊരു ഭാഗമായി മാറുകയാണ് ചെയ്യുക. അതുകൊണ്ട് മനുഷ്യരെ ജീവിക്കാനുള്ള അവകാശം, സ്വതന്ത്രമായി പറയാനുള്ള അവകാശം, സമരം ചെയ്യാനുള്ള ഈ അവകാശത്തെ ഇതേ കടപ്പണം കെട്ട പോലീസിന് ഉപയോഗിച്ച് നിയന്ത്രിച്ച് ഭരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തെ തൂത്തെറിയുക എന്ന് പറയുന്നത് നിങ്ങളും ഞാനും നിൽക്കുന്ന നമ്മളുടെ പൊതു ഉത്തരവാദിത്തമായി മാറുക എന്നിടത്താണ് ജനാധിപത്യം ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഇതാണ് വാസ്തവത്തിൽ ജനകീയമായ സംഭവം എന്ന് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ ഈ അവസാന വാദം ഞാൻ അവസാനിപ്പിക്കുകയാണ്. മിസ്റ്റർ നമ്പ്യ. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാം. ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാലുള്ള അവസ്ഥയാണ് കേരളത്തിലിപ്പോൾ കാണുന്നത്. നിയമം കയ്യിലെടുക്കുന്ന പോലീസുകാരെ നിയന്ത്രിക്കേണ്ടതിന് പകരം ഒറ്റപ്പെട്ട സംഭവങ്ങളായി ലാഘവത്തോടെ കൈകാര്യം ചെയ്യുന്നത് പോലീസിനെ കയറൂരി വിടുന്നതിന് തുല്യമാണ്. കാക്കി എന്ത് തോന്യാസവും കാണിക്കാനുള്ള ആയുധമാക്കുന്നവരെ സേനയിൽ നിന്നും അടിച്ചിറക്കാനുള്ള ആർജവമാണ് ആഭ്യന്തരത്തിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അവർ തലോടുന്ന സമീപനം കൂടുതൽ അപകടങ്ങൾ ക്ഷണിച്ച് വരുത്തുകയേ ഉള്ളൂ. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.